ആ കഅബയിലേക്ക് മുന്നിടൽ ഷർത്താണ് എന്ന് പറഞ്ഞെടുത്ത് രണ്ട് വിഭാഗത്തെ ഫുഖഹാവ് ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന് യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരവും, മറ്റൊന്ന് പേടി ശക്തിയായവന്റെ നിസ്കാരവും. പേടി ശക്തിയായവന്റെ ഫർള് നിസ്കാരത്തിലടക്കം അവൻ എന്ത് ചെയ്യേണ്ടതില്ല, കഅബയിലേക്ക് തിരിയേണ്ടതില്ല. മറിച്ച് ശത്രു മറ്റൊരു ദിശയിൽ നിന്നാണ് വരാൻ സാധ്യതയുള്ളതെങ്കിൽ ആ ദിശയിൽ നിന്ന് വരുന്ന ആള്, ആ ദിശയിൽ നിന്ന് വരുന്ന ആളുടെ ആ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ എന്താക്കാൻ നിസ്കരിക്കാം. അതേ സമയത്ത് യാത്രക്കാരൻ എന്ന് പറയുന്നിടത്ത് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, യാത്രക്കാരന്റെ ഏത് ആനുകൂല്യമാണെങ്കിലും അത് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ, അനുവദനീയമായ യാത്രക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. വേറെ ഒരാൾക്കും എന്ത് ചെയ്യൂല, ആ ആനുകൂല്യം കിട്ടൂല. അത് നമ്മൾ എല്ലായിടത്തും മനസ്സിലാക്കേണ്ടതാണ്. എത്ര 132 കിലോമീറ്റർ ദൂരം ഉണ്ടായ ജമ്മു കസൂർ ആക്കാം എന്നതുൾപ്പെടെ യാത്രക്കാരൻ എന്ന കാഴ്ചപ്പാടിൽ ഏതൊക്കെ ആനുകൂല്യങ്ങളുണ്ടോ ആ ആനുകൂല്യങ്ങൾക്ക് മുഴുവനും അർഹത ഹലാലായ യാത്രക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അനുവദനീയമായ യാത്രക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പൊതുവിൽ ഒരു ഇസ്ലാമികമായ ശൈലിയിൽ യാത്രക്കാരെന്ന് പറഞ്ഞാൽ അത് ഇവനിലെ ഈ അനുവദനീയമായ യാത്രക്കാരനെ കുറിച്ച് മാത്രമാണ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ശരി, അങ്ങനെ ആ യാത്രക്കാരൻ തന്റെ യാത്രയിൽ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാം, തന്റെ വാഹനം എങ്ങോട്ടാണോ പോകുന്നത് ആ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാം. ഖിബിലെന്തില്ല, അവിടെ നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ വക്കാൻ അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങളായിരുന്നു ഇദാ റജാ മിൻ മക്കത്ത, മക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ സല്ലല്ലാ അലാ റാഹിലതിഹി തതവ്വുആ, തന്റെ വാഹനത്തിന്റെ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ സുന്നത്ത് നിസ്കരിക്കും. യൂമിഉ ബിറസിഹി നഹവൽ മദീന, തന്റെ തല കൊണ്ട് മദീനയുടെ ഭാഗത്തേക്ക് ആംഗ്യം കാണിച്ചു. മദീനയുടെ ഭാഗത്തേക്ക് വരുമ്പോ തല കൊണ്ട് ആംഗ്യം കാണിച്ചാൽ റുക്കൂൻ സുജൂദൊക്കെ നമുക്കൊക്കെ സാധാരണ ചെയ്യാവുന്ന തന്നെയാണത്. റുക്കൂൻ സുജൂദൊക്കെ എങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് റുക്കൂയിലേക്ക് കുറച്ചു കുനിയ, സുജൂദിലേക്ക് അതിനേക്കാളും കുറച്ചുകൂടിയും കുനിഞ്ഞുകൊണ്ട് ഉള്ള രൂപത്തിൽ. കിബില ആവശ്യമല്ല എങ്ങോട്ട്, പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, കിബില ആവശ്യമില്ലെങ്കിലും ഏത് ദിശയിലേക്കാണോ പോണത് ആ സൈഡിലേക്ക് മാത്രമേ തിരിയാൻ പാടുള്ളൂ, തോന്നിയ പോലെ തിരിയാൻ പാടില്ല. അപ്പൊ ഹലാലായ യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരത്തിലും അതേപോലെ പേടി ശക്തിയായവന്റെ നിസ്കാരത്തിലും അതിൽ ഫർള് അടക്കം ഒഴിച്ച് ബാക്കിയുള്ളിടത്താണ് ഖിബിലക്ക് മുന്നിടൽ എന്തുള്ളത്, നിർബന്ധമുള്ളത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞത് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാന്റെ പൊരുത്തം കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളത് അത് യാത്രക്കാരന്റെ ഹലാലായ യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരത്തെ പറ്റിയാണ് എന്ന് ഒരു അഭിപ്രായം ചില ഇമാമിങ്ങൾ പറഞ്ഞു. അപ്പോൾ ആയത്തിന്റെ അർത്ഥം ഫൈനമാ തുവല്ലു വുജൂഹക്കും ലിനവാഫിലിക്കും ഫി അസ്ഫാരിക്കും, നിങ്ങളുടെ യാത്രകളിൽ നിങ്ങളുടെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുഖത്തെ എങ്ങോട്ട് തിരിച്ചാലും ഫസമ്മ വജുഹുല്ല, എങ്ങോട്ട് തിരിച്ചാലും എന്ന് പറഞ്ഞിടത്ത് നിങ്ങളുടെ യാത്രയുടെ ദിശയിലേക്ക് തിരിച്ചാൽ ഫസമ്മ വജുഹുല്ല, അതായത് ഫഖദ് സാദഫ്തുമുൽ മത്ലൂബ, നിങ്ങൾക്ക് എന്ത് ലഭിക്കും, അവിടെ പടച്ചോന്റെ പൊരുത്തം എന്ന നിങ്ങളുടെ യഥാർത്ഥ ടാർഗറ്റ് അത് നിങ്ങൾക്ക് ലഭ്യമാകും എന്നാണ് പറഞ്ഞത്. കാരണം ഇന്നല്ലാഹ വാസിഉൽ ഫളി ഗനിയ്യുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം വിശാലമായവനാണ്. അവന്റെ അടിമകൾക്ക് അവൻ കൊടുക്കുന്ന അനുഗ്രഹത്തിനും ഔദാര്യത്തിനും കയ്യും കണക്കൂല. ഫമിൻ സായത്തി ഫളിഹി, അവന്റെ ഔദാര്യത്തിന്റെ വിശാലതയിൽപ്പെട്ടതാണ് റഖസലക്കും ഫീ ദാലിക, ഈ വിഷയത്തിൽ ഖിബിലയുടെ വിഷയത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നു എന്നത്. കാരണം ലിഅന്നഹു ലൗ കല്ലഫക്കും ഇസ്തിഖ്ബാലൽ ഖിബലതി ഫീ മിസ്ലി ഹാദിഹിൽ ഹാലി, ഇങ്ങനെയുള്ള യാത്രയുടെ സന്ദർഭത്തിലും നിങ്ങൾ ഖിബിലക്ക് മുന്നിട്ടേ സുന്നത്ത് നിസ്കരിക്കാവൂ എന്ന കർക്കശമായ ശൈലി അല്ലാഹു തആല സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലസിമ അഹദല്ലറൈനി, രണ്ടാലൊരിടങ്ങേറ് വരുമായിരുന്നു. ഒന്ന് ഇമ്മാ തർക്കുൻ നവാഫിലി, ഒന്നുകിൽ അങ്ങനൊന്നും കഷ്ടപ്പെട്ട് സുന്നത്ത് നിസ്കരിക്കാനാവൂല എന്നുണ്ടാക്കും ആൾക്കാർ വെക്കും, അല്ലെങ്കിലോ വൈമൻ നുസൂലു അനി റാഹിലത്തി വത്തഖല്ലുഫു അനി റുഫഖത്തി ബിഖിലാഫിൽ ഫറായിലി, ജനങ്ങളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് പിന്തി നിൽക്കേണ്ടി വരും, വാഹനപ്പുറത്തുനിന്ന് താഴത്തിറങ്ങേണ്ടി വരും. ഇതിപ്പോ യാത്ര ചെയ്തുകൊണ്ട് തന്നെ സുന്നത്ത് നിസ്കരിക്കാനുള്ള ഒരു വല്ലാത്ത ഓപ്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഒരു സൗഭാഗ്യം അല്ലാഹു തആല തന്നു. അത് റബ്ബിന്റെ വിശാലമായ ഔദാര്യത്തിൽ പെട്ടതാകുന്നു. എന്നാൽ ഇത് സുന്നത്ത് നിസ്കാരത്തിനേ ഉള്ളൂ. ബിഖിലാഫിൽ ഫറായിലി, ഫർള് നിസ്കാരത്തിന് അത് ബാധകമല്ല. നിർബന്ധ നിസ്കാരങ്ങൾ അത് യാത്രയിലാണെങ്കിലും കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് തന്നെയാണ് നിർവഹിക്കേണ്ടത്. കാരണം എന്താ, ഫഇന്നഹാ സ്വലവാത്തുൻ മഅദൂദത്തുൻ മഹ്സൂറത്തുൻ, അത് എണ്ണപ്പെട്ടതും ക്ലിപ്തമായതുമായിട്ടുള്ള നിസ്കാരമല്ലുള്ളൂ ഫർള് നിസ്കാരം എന്ന് പറഞ്ഞത്, അല്ലെ? ഒരു ദിവസത്തിൽ 5 നേരം മാത്രം. അതും ഹലാലായ യാത്രക്കാരൊക്കെ ആണെങ്കിൽ ആ യാത്രക്കാർക്ക് പലപ്പോഴും ജമ്മും കസൂറായി തന്നെ നിസ്കരിക്കാവുന്ന ഓപ്ഷൻ ഉള്ള ആൾക്കാരായിരിക്കും പലരും. അപ്പൊ അങ്ങനെ വരുമ്പോ വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമേ അവർക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, വാഹനം പുറത്തുനിന്ന് ഇറങ്ങേണ്ടുള്ളൂ. ആ സമയത്ത് സുന്നത്ത് നിസ്കാരം അങ്ങനെയല്ല. സുന്നത്ത് ഒരുപാട് നിസ്കരിക്കാനുള്ള വകുപ്പുണ്ട്. എന്നാൽ ആ വകുപ്പ്
അത് വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങി കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മാത്രമേ ആകാവൂ എന്ന് വന്നാൽ അതെന്താകും? അത് വലിയ പ്രയാസമുണ്ടാക്കും. അപ്പൊ പലരും എന്ത് ചെയ്യൂല, സുന്നത്ത് നിസ്കരിക്കൂല എന്ന് വെക്കും. അവിടെ ഒരു ചെറിയ കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. നമ്മളെ നാട്ടിലൊക്കെ ചില മിസ്കീമാര് യാത്രയിൽ ജമ്മും കസറൊക്കെ അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. അത് യാത്രയിലെ ഇളവ് ആനുകൂല്യം അള്ളാഹു തആല തന്നതാണ് എന്നതിൽ നിന്ന് ചിലര് ഗവേഷണം നടത്തി കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെ യാത്രയിൽ സുന്നത്ത് നിസ്കരിക്കാനേ പാടില്ല, യാത്രയിൽ സുന്നത്ത് നിസ്കരിക്കാനേ പാടില്ല എന്ന് പറയുന്ന ചില മിസ്കിമാരുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സംഗതി ഇല്ല. മറിച്ച് യാത്രയിൽ സുന്നത്ത് നിസ്കാരം എന്ന് പറയണത് അത് മുഅക്കദായ സുന്നത്തുകളാണെങ്കിൽ അത് എന്തായാലും നിസ്കരിക്കണം എന്നാണ് നബി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഒക്കെ പറയണത്. മുഅക്കദല്ലാത്ത സുന്നത്തുകൾ ഒഴിവാക്കുകയാണെങ്കിലും മുഅക്കദായ സുന്നത്തുകൾ എന്തായാലും ഒഴിവാക്കരുത് എന്നാ പണ്ഡിതന്മാര് പറയണത്. നമുക്കൊക്കെ എത്രയോ ദുരനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ മിനയിലും അതേപോലെ തന്നെ മുസ്ദലിഫയിലും ഒക്കെ ഉള്ള സമയത്ത്, മിനയിൽ രാപ്പാർക്കുന്ന സമയം പലരും മുസാഫിറിന്റെ ഹുക്കുമുള്ളവരായിരിക്കും. അവര് എന്താക്കും, ജമ്മും കസൂറൊക്കെ നിസ്കരിക്കും. എന്നാൽ അവിടെ ഈ വിധേയികളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ജനങ്ങളെ ആജിമാരെ വസ്വാസാക്കിയിട്ട് നിങ്ങളിങ്ങനെ 4 റക്അത്തുള്ള 2 ചുരുക്കി നിസ്കരിക്കാൻ അള്ളാഹു തആല ഇവിടെ അവസരം തന്നിട്ട് ആ ആനുകൂല്യങ്ങൾ എടുക്കുക, എന്നിട്ട് പിന്നെ നിങ്ങൾ സുന്നത്തും നിസ്കരിച്ച അതെന്ത് പരിപാടിയാണ് എന്ന് ചോദിക്കണ ചില മിസ്കീമാര്, ഖൈറ് മുടക്കികളായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞെന്താ, യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരത്തിലെ എന്റെ ആനുകൂല്യം എടുക്കാനാണ് അള്ളാഹു തആല പറഞ്ഞത് എന്ന് മുഫസ്സിറുകൾക്ക് അഭിപ്രായം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നേരത്തെ ഓർക്കണ്ടേ, എന്ത്? യാത്രയിൽ സുന്നത്ത് നിസ്കാരം എന്തായാലും എന്താണ്, അലോവ്ഡാണ്, യാത്രയിൽ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് ഖൈറ് മുടക്കാനുള്ള പരിപാടിയായിട്ട് പലപ്പോഴും പല വിധേയികളും നടക്കാറുണ്ട്. അത്തരത്തിലുള്ള സംഗതികളിലും അതേപോലെ തന്നെ ദുഷ്പ്രചരണങ്ങളിലും നമ്മൾ ആരും ചെന്ന് പെടേണ്ടതില്ല എന്ന് കൂടി അവിടെ ശ്രദ്ധിക്കാൻ ഇടയ്ക്കൊരു കാര്യം ഞാൻ ഉണർത്തിയതാണ്. അപ്പോ ഫർള് നിസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള എണ്ണയുള്ളൂ, കൃത്യമായ ടൈമിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് എന്തല്ല, അതത്ര വലിയ കുഴപ്പമുള്ള സംഗതിയല്ല. അതേ സമയത്ത് സുന്നത്ത് നിസ്കാരങ്ങളോ ഫൈന്നഹ ഗൈറു മഹ്സൂറത്തിൻ, അത് ക്ലിപ്തമല്ല, എത്രയും നിസ്കരിക്കാം. അപ്പോൾ തക്ലീഫുൽ ഇസ്തിഖ്ബാലി, ഖിബിലക്ക് മുന്നിട്ടിട്ടേ അത് പറ്റൂ എന്ന് പറഞ്ഞാൽ യുഫ്ളി ഇലൽ ആ സുന്നത്ത് നിസ്കാരം തന്നെ ഇവിടെ പഠിപ്പിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം, നീ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്തോ, പക്ഷെ ഒരു കാര്യം ചെയ്യണം, അള്ളാഹ് കാണാത്തൊരു സ്ഥലം അതിന് അന്വേഷിക്കണം എന്ന് ചില മഹാന്മാര് ചെറിയ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മളെ മുരിഖാത്തുൽ ഖുലൂബ് എന്നൊക്കെ പറഞ്ഞ കിതാബ് പണ്ടൊക്കെ 10 കിതാബ് ദർസിലൊക്കെ ഓതിയിരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓതിയിട്ടുണ്ട്. അപ്പൊ ആ കിതാബുകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നിനക്കൊരു കുറ്റം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു തആല നിന്നെ കാണാത്തൊരു സ്ഥലത്തേക്ക് നീ എന്താക്കണം, പോകണം. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടോ? അങ്ങനത്തെ ഒരു സ്ഥലമല്ല. അതിന്റെ അർത്ഥം ഏത് ഇരുട്ടിന്റെ മറവിലും എത്ര സ്വകാര്യതയിലും നീ കുറ്റങ്ങളിലേക്കും തെറ്റുകളിലേക്കും ആലോചിച്ചുകൂടാ എന്ന ഒരു ആത്മീയമായിട്ടുള്ള അഡ്വൈസ് കൂടി ഈ വിഷയത്തിൽ അടങ്ങിയിട്ടുണ്ട്, ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. പിന്നെ ഇനി മറ്റൊരു കാര്യം, ഈ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ആയത്തു മിൻ അഖ്വദ് ദലായിലി അലാ നഫീ തജ്സീമി വ ഇസ്ബാത്തി തൻസീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ശരീരം അവയവങ്ങൾ സ്ഥാപിക്കുന്ന, അതിനടുത്ത് ജിസീം എന്ന് പറയാം, അള്ളാഹുക്ക് ജിസ്മുണ്ടെന്ന് വിശ്വസിക്കുന്ന ആ സമീപനത്തെ അള്ളാഹു തആല നിരാകരിക്കുന്നതും അതേപോലെ ഇസ്ബാത്തി തൻസീഹി, അള്ളാഹു തആല അവയവങ്ങളെ തൊട്ടെല്ലാം പരിശുദ്ധനാണ് എന്ന ആ തൻസീഹ് സ്ഥിരപ്പെടുത്തുന്നതിന്റെയും വ്യക്തമായ തെളിവാണ് ഈ ആയത്ത്. അതായത് നമ്മളെ വഹാബികൾ അതേപോലെ തന്നെ പുത്തൻവാദികൾ എല്ലാ കാലഘട്ടങ്ങളിലും അനുവർത്തിച്ചു വരുന്ന ഒരു മോശമായ നിലപാടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന സ്ഥലത്ത് ഇരിക്കുകയാണ്, അർശിന്റെ മേലെ കയറി ഇരിക്കുകയാണ്, രാത്രിയാവുമ്പോ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരികയാണ്, പിന്നെ കേറിപ്പോണത് എപ്പോഴാന്ന് തിരിഞ്ഞിട്ടുമില്ല. ആ നിലക്ക് അള്ളാഹു തആലാന്റെ വലത്തെ കയ്യിൽ ഭൂമി, ഇടത്തെ കയ്യിൽ ആകാശം എന്നൊക്കെ പറഞ്ഞ് കുറെ കാലം, 2 കൈയും വലത്തേതാണെന്ന് പറഞ്ഞ് വേറെ ചില കാലത്ത്, അങ്ങനെ പല വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം വികൃതമായി അവതരിപ്പിക്കുന്ന ശൈലി സ്വീകരിച്ച വിധൈകൾക്കെതിരെയുള്ള
അതിശക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശരീരം എന്ന് പറയുന്ന അഥവാ പടപ്പുകളുടേതായിട്ടുള്ള സ്വഭാവം, ആ സ്വഭാവങ്ങൾ ഒന്നും പടച്ചോനില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ആയത്ത്. അതെങ്ങനെയാ? വബയാനുഹു മിൻ വജ്ഹൈനി, രണ്ട് കാര്യങ്ങൾ മുഖേനയാണ് അത് നമ്മൾ സമർത്ഥിക്കുന്നത്. ഒന്നാമത്തത് അന്നഹു തആല ഖാല വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു, കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിനുള്ളതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഫബയ്യന അന്ന ഹാതൈനിൽ ജിഹതൈനി മംലൂകതാനി ലഹു, ഈ രണ്ടു ഭാഗവും കിഴക്കും പടിഞ്ഞാറും അത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലാഹു തആല മൊത്തം ഈ പ്രപഞ്ചം തന്നെയെന്നർത്ഥം. ആ പ്രപഞ്ചം കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇന്നമാ കാനദാലിക, അത് സംഗതി അങ്ങനെ തന്നെയാണ്, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിൽ തന്നെയാണ്. കാരണം അന്നൽ ജിഹത്ത അംറുൻ മുംതദ്ദുൻ ഫിൽ വഹ്മി തൂലൻ വഅർളൻ വഉംഖൻ, ഭാഗം എന്നൊക്കെ പറയുമ്പോ അതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന സംഗതി നീളം, വീതി, ആഴം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ കൂടിയിട്ടുള്ളതാണ് എന്ത് ഒരു ഭാഗം എന്ന് പറയുന്നത്. എന്നാവ കുല്ലുമാ കാന കദാലിക, ആ നിലക്ക് നീളവും വീതിയും ആഴവും ഒക്കെ ഉള്ള സംഗതികൾ ഫഹുവ മുൻഖസിമുൻ, അത് പലതായി എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, പലതായി ഇൻഖിസാം, അതായത് വീതിക്കാൻ പറ്റുന്നതാണ്. വകുല്ലു മുൻഖസിമിൻ ഫഹുവ മുഅല്ലഫുൻ മുറക്കബുൻ, എന്നാൽ അങ്ങനെ വീതിക്കാൻ പറ്റുന്ന എല്ലാതും എന്താണ്? പാലക്കാട് ആലത്തൂർ മർക്കസ് മാനേജർ നാസർ സക്കാഫി ചേലക്കര അല്പം മുമ്പ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ബർസഖി ജീവിതം സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ല ചുറുചുറുക്കുള്ള ഒരു പ്രവർത്തകനാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സേവന രംഗത്ത് ആലത്തൂർ എന്നൊക്കെ പറഞ്ഞാൽ ദീനിയായിട്ടുള്ള വളരെ പിന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളെ, അവിടുത്തെ ജനങ്ങളെയൊക്കെ ഇസ്ലാമികമായി സുന്നത്ത് ജമാഅത്തിന്റെ കൾച്ചറിൽ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിന് വലിയ ഒരു സേവനം ചെയ്യുന്ന ഒരു നാടാണ് ഇപ്പോ ഈ ആലത്തൂർ മർക്കസ് എന്ന് പറയുന്നത്. ആലത്തൂർ മർക്കസുമായിട്ട് ബന്ധപ്പെടുത്തി അവിടുത്തെ സാന്ത്വന പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ അതിന്റെ മറ്റ് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നുള്ള കുറെ കാര്യങ്ങൾ മുഖേന ദീനിയായിട്ടുള്ള ഒരു ചിന്തയും ഇല്ലാതിരുന്ന ഒരുപാട് ആളുകളിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സന്ദേശം എത്തിക്കാനും അതിലൂടെ നമ്മുടെ പ്രസ്ഥാനവും അതേപോലെ തന്നെ യഥാർത്ഥ ദീനും നന്നായി ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അവസരം ആ പരിസര പ്രദേശങ്ങളിൽ ഒന്നാകെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ വെളിച്ചം നൽകിയിട്ടുള്ള ഒരു സ്ഥാപനമാണത്. ഞാനിപ്പോ നാട്ടിലുണ്ടാവുമ്പോഴൊക്കെ അവിടെ പല പരിപാടികളിലും സംബന്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നാടിമിടിപ്പുകളെ കുറിച്ച് ഒരു ഏകദേശ ധാരണയും എനിക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് അദ്ദേഹത്തിന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. ദുഃഖാർത്തരായ കുടുംബത്തിന് അല്ലാഹു തആല ആശ്വാസം നൽകുമാറാവട്ടെ. സ്ഥാപനത്തിനും ആ കുടുംബത്തിനൊക്കെ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ വിടവ് മുഖേന വന്നിട്ടുള്ള മുസീബത്തിനേക്കാൾ മെച്ചപ്പെട്ട പകരം നൽകി അല്ലാഹു തആല അവരെയും അതേപോലെ നമ്മുടെ പ്രസ്ഥാനത്തെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ നമ്മയൊക്കെ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടുമാറാവട്ടെ. പരലോക രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഹദ്ദാദിന് ശേഷമുള്ള ദുആയിലും മറ്റൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ പ്രത്യേകം ഓർക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയും മറ്റുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പാലക്കാട് ആലത്തൂർ മർക്കസ് മാനേജർ നാസർ സക്കാഫി ചേലക്കര അല്പം മുമ്പ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു. അപ്പൊ എല്ലാ സഹോദരങ്ങളും അവർക്ക് വേണ്ടി ദ്വാർക്കണം. അല്ലാഹു തആല അത്തരത്തിലുള്ള അപകടങ്ങൾ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആ ഭാഗം തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കേണ്ട സംഗതി തന്നെയാണ്. അല്ലാഹു തആല ഓരോരുത്തരുടെയും ആഖിബത്ത് അവസാനം എങ്ങനെയാ കണക്കാക്കിയത് നമുക്ക് ആർക്കും അറിയില്ല. എങ്ങനെയായാലും ആ നടക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാൻ കിട്ടി മരിക്കുക എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന കാര്യവും കൂടെ നമ്മൾ ഏതു സമയത്തും ചിന്തിക്കുന്നവരായി മാറാൻ അള്ളാഹു നമ്മയൊക്കെ ഈമാനികമായ പുരോഗതിയുള്ളവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോ
പിന്നെ ഭാഗങ്ങൾ ഈ പിന്നെ നീളം വീതി ആഴം എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ അത് പല സാധനങ്ങളാൽ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗതി ആയിരിക്കും. എന്നാൽ അങ്ങനെ പലതിനാൽ ഒരുമിച്ച് കൂടുന്ന ഒരു വസ്തു ഏതാവട്ടെ അത് കുല്ലുമാ കാന കദാലിക ഫലാ ബുദ്ദലഹു മിൻ ഖാലിഖിൻ മൂജിദീൻ. അതിനെ പടക്കാനും അതേപോലെ തന്നെ അതിനെ സംവിധാനിക്കാനും ആര് വേണം? ഒരു സൃഷ്ടാവ് ആവശ്യമാണ്. വഹാദിഹി ദലാലത്തു ആമ്മത്തുൻ ഫിൽ ജിഹാത്തി കുല്ലിഹ. ഇത് ഭാഗങ്ങൾ എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് ഏതിനെ കുറിച്ച് ആലോചിച്ചാലും അവിടെയൊക്കെ ആവശ്യമുള്ളതാണ്. ആനിൽ ഫൗഖ വതഹത, മേലെ താഴെ എന്നൊക്കെ പറയുന്നിടത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻസുൽ റബ്ബുനാ തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല ഇറങ്ങുന്നു പറഞ്ഞിട്ട് ഒന്നാം ആകാശത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങും, മേലെ നിങ്ങോട്ട് ഇറങ്ങും എന്നൊക്കെ ആ ഒരു പിന്നെ വാക്കുകൾ കണ്ടിട്ട് ആ മുതശാബിഹായ അതിന്റെ ഉദ്ദേശം എന്താ, ആശയം എന്താന്ന് നമുക്കറിയാത്തതിനൊക്കെ നേരെ വാചകാർത്ഥം വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ ഈമാൻ പോക്കറ്റടിക്കുന്ന ബിദഈ ചിന്താഗതിക്കാരുടെ അക്ഷന്തവ്യമായ നിലപാടുകൾക്കെതിരെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഫസബത്ത ബിഹാദ, ഇപ്പറഞ്ഞതുകൊണ്ട് സ്ഥിരപ്പെട്ടു, അന്നഹു തആല ഖാലിഖുൽ ജിഹാത്തി കുല്ലിഹ, ഭാഗങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പടച്ചത്. എന്നാൽ വൽ ഖാലിഖു മുതഖദ്ദിമുൻ അലൽ മഖ്ലൂഖി ലാ മഹാല, പടച്ച ആൾ എന്തായാലും ഈ പടപ്പുണ്ടാകുന്നതിന് മുമ്പുണ്ടാകണ്ടേ? ഓർപ്പന്നല്ലേ? സംശയമില്ലല്ലോ. ഒരു സാധനത്തെ ഞാൻ പടച്ചു എന്ന് പറയണമെങ്കിൽ ആ സാധനം ഉണ്ടാവുന്നതിന് മുമ്പ് ആരുണ്ടാവണം? ഞാൻ ഉണ്ടാവണ്ടേ? അപ്പൊ അല്ലാഹു തആലയാണ് ഈ ഭാഗങ്ങളെ പടച്ചത് എന്ന് പറയുമ്പോ ആ ഭാഗങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ അള്ളാഹു ഉള്ളവനാണ് എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ വരുമ്പോ ഫഖദ് കാനൽ ബാരി തആല ഖബ്ല ഖൽഖിൽ ആലമി, ഈ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു തആല ആയിരുന്നു മുനസ്സഹൻ അനിൽ ജിഹാത്തി, ഭാഗങ്ങളെ തൊട്ട് പരിശുദ്ധനായവനായിരുന്നു, ഭാഗങ്ങളിലേക്ക് ആവശ്യമില്ലാത്തവനായിരുന്നു. അപ്പോൾ പിന്നെ ഭാഗങ്ങളെ പടച്ചതിന് ശേഷവും അള്ളാഹു തആല ആ ഭാഗങ്ങളിലേക്ക് ആവശ്യമില്ലാത്ത അവസ്ഥയിൽ തന്നെ ആവല് നിർബന്ധമാണ്. കാരണം എന്താ? ലിസ്തിഹാലത്ത് ഇൻഖിലാബിൽ ഹഖായിഖി വൽ മാഹിയാത്തി, ഓരോ പ്രകൃതിക്ക് എന്ത് വരൂലല്ലോ, സാധാരണഗതിയിൽ മാറ്റം വരില്ലല്ലോ. അപ്പോ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പേ അള്ളാഹു തആലക്ക് സ്ഥലത്തിലേക്ക് ആവശ്യമല്ല. അതേസമയത്ത് ഇതൊക്കെ ഉണ്ടാക്കിയപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇനി അത് വേണമെന്ന് വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര മോശമാണത്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ അൽ ഫിഖ്ഹുൽ അക്ബറിലൊക്കെ രേഖപ്പെടുത്തിയത്, അർശ് ഉണ്ടാവുന്നതിന് മുമ്പ് അള്ളാഹു എങ്ങനെയായിരുന്നോ അർശി എന്ന പടപ്പിനെ അള്ളാഹു പടച്ചതിന് ശേഷം അള്ളാഹു അങ്ങനെ തന്നെയാണ്. അർശന് പടച്ചപ്പോ സുമ്മസ്തവാഅലൽ അർശി, അർശുമൽ അള്ളാഹു തആല കേറിയിരുന്നു എന്ന് പറയുമ്പോ എങ്ങനെ ഉണ്ടാവും? അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ മൗലവിമാര് ജനങ്ങൾക്ക് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു കോലം. ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്തു, ഒരു ഓഫീസിൽ എന്തോ ഒരു ഫയൽ ശരിയാക്കാൻ വേണ്ടി പോയി. നീണ്ട ക്യൂ ആണ്, ഇരിക്കാനൊന്നും സ്ഥലമല്ല. ആ നീണ്ട ക്യൂവിൽ ഒരുപാട് മണിക്കൂറുകൾ നിന്ന് കുറെ അങ്ങോട്ട് എത്തിയപ്പോ അടുത്തെത്തുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു കസേര കിട്ടിയാൽ വല്ലാത്ത സമാധാനായി എന്ന് പറഞ്ഞ അയാൾ ആ കസേരയിൽ ഇരിക്കണ മാതിരി 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയൊക്കെ കൂടെ പടച്ചിട്ട് അല്ലാഹു തആല ആകട്ട് ടയേർഡായിട്ട് എന്ത് ചെയ്തു, അർശാണ് പടച്ചപ്പോ സമാധാനായി പറഞ്ഞ അമ്മയോട് കേറിയിരുന്നു എന്ന് പറയുന്ന വല്ലാത്തൊരു മോശമായ ഒരു ചിത്രീകരണത്തിലേക്ക് ജനങ്ങളുടെ ചിന്തയെ കൊണ്ടുപോകുന്ന അപക്വമായ നിലപാടാണ്. അല്ല, അതിലേറെ അപകടകരമായ നിലപാടാണ് പടച്ച റബ്ബുമായി ബന്ധപ്പെടുത്തിയിട്ട് ബിദഈകൾ സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിന്റെ മാരകമായ വശങ്ങൾ അത് വെറും തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തിൽ മാത്രമൊന്നല്ല, കൈകെട്ടിടത്ത് മാത്രമൊന്നല്ല, മറിച്ച് അടിസ്ഥാന വിഷയങ്ങളിൽ തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം മുതൽ തന്നെ ബിദ്അത്ത് ഉണ്ടാക്കുന്ന അപകടങ്ങൾ സമൂഹം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ബിദ്അത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു പിന്നെ ചിന്താഗതി നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കുകയും ആ ബിദ്അത്തിന്റെ കള്ളവാദങ്ങളെ, ആ ബിദ്അത്തിന്റെ പൊള്ളയായ വാദങ്ങളെ സമൂഹത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിധത്തിൽ അതിന്റെ അപകടം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഏതൊരു പുരോഗമന പ്രവർത്തനവും അതിനാവശ്യമായിട്ടുള്ള ഏതൊരു ദഅവത്തിന്റെ പ്രവർത്തനവും അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സുഹൃതമാണെന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയാൽ പ്രിയപ്പെട്ടവരെ, അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും കാലികമായ അതിപ്രസക്തമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ സംഘ സംവിധാനത്തിന്റെ കൂടെ ഒട്ടി നിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനം നമുക്കുണ്ടാക്കിയെടുക്കാൻ മറ്റൊരു സംഗതിയുടെ ആവശ്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചില ആളുകളുണ്ട്, ഞാൻ നിസ്കരിച്ച് നോമ്പൊക്കെ നോറ്റ് ദിക്റൊക്കെ ചൊല്ലി പള്ളിയിലാണ്ട് കഴിഞ്ഞുകൂടിയാൽ എന്റെ കാര്യങ്ങളൊക്കെ റെഡിയായി എന്ന് ചിന്തിക്കും.
ചിന്തിക്കുന്ന ആ സമീപനം ഒരിക്കലും ശരിയല്ല. ദഅവത്തിന്റെ മേഖല സജീവമാക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ഈമാനിന്റെ പുരോഗതിക്ക് മാത്രമല്ല, ഈ സമൂഹം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില സംഗതികളുണ്ട് അല്ലെ. ലോകം വല്ലാത്ത അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസപരമായ ഏറ്റവും അധപ്പതിച്ചൊരു ശൈലിയിലേക്ക് സമൂഹത്തിന്റെ മനസ്സിനെ അങ്ങേയറ്റം വികൃതമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാടുമായിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ആളുകൾ ഊരു ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രവർത്തകനെ എങ്ങനെ പിടിക്കാമെന്ന് ആലോചിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും അങ്ങനെ തുടങ്ങി സോഷ്യൽ മീഡിയകളും മറ്റ് ഇന്റർനെറ്റ് സംവിധാനങ്ങളും അടക്കം ഏതൊക്കെ ടെക്നോളജിയുടെ വികാസമുണ്ടോ അത് മുഴുവനും ബിദ്അത്തിന്റെ വികാസത്തിന് കൂടി കാരണമാക്കാൻ വേണ്ടി എണ്ണയിട്ട യന്ത്രം കണക്ക് സജീവമായ പ്രവർത്തനവുമായി ബിദ്അത്തുകാർ ഊരി ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ആ ഒരു നിലപാട്, അത്തരം ഒരു മെല്ലപ്പോക്ക് നയം ഒരിക്കലും തന്നെ സത്യവിശ്വാസികളായ നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇസ്ലാമിക് മീഡിയ മിഷൻ അടക്കമുള്ള നമ്മുടെ ദഅവത്തിന്റെ മേഖലയിലെ ഓരോ ചുവടുവെപ്പുകളും ഓരോ പദ്ധതികളും ഓരോ പരിപാടികളും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള സജീവമായ ശ്രമം, അത് പ്രചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വം അത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് മുഖേന നമുക്കറിയാലോ, ഇപ്പൊക്കെ ബൈലുക്സിൽ നമ്മൾ കാണുന്നുണ്ടോ? നേരത്തെ ബൈലുക്സ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ബൈലുക്സ് ഒക്കെ വന്ന കാലത്ത് നേരിന്റെ മുമ്പ് പാൽട്ടാക്കൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ മൗലവിമാര് കൂട്ടത്തോടെ വന്നിരുന്നത് എന്തിന്? സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യാനും ബിദ്അത്തിന്റെ ആശയങ്ങളെ സമർത്ഥിക്കാനും സുന്നി ക്ലാസ് റൂമുകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള കൂട്ടത്തോടെയുള്ള വരവുണ്ടായിരുന്നു. എന്നാൽ ആ വലിയ വലിയ മൗലവിമാരടക്കം നിങ്ങൾ ആലോചിച്ച് നോക്കണം. വലിയ വലിയ മൗലവിമാരെന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ അവരുടെ കൂട്ടത്തിലെ എല്ലാ ഗ്രൂപ്പിനും നേതൃത്വം നൽകുന്ന നേതാക്കന്മാര് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ റൂമുകളിൽ വന്ന് അവര് ആ വിധത്തിൽ സംസാരിച്ചിട്ടുണ്ട്, ദിവസങ്ങളോളം സംവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ സംവാദം ഓരോ ഘട്ടം മുന്നോട്ട് പോകുമ്പോഴും തെറ്റിദ്ധരിച്ച് ബിദ്അത്തിൽപ്പെട്ടുപോയ വഹാബിസത്തിന്റെ വലയിൽ കുടുങ്ങിപ്പോയ ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വേദിയായി അത് ഓരോന്നും മാറി. ആ ഓരോ സന്ദർഭങ്ങളും അങ്ങനെ മാറിയപ്പോൾ ഇവര് സംഘടനാപരമായി തന്നെ തീരുമാനമെടുത്തതായിട്ട് നമുക്ക് മനസ്സിലാവണം. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകില്ലല്ലോ. ഇനി സുന്നികളുടെ റൂമിൽ പോയിട്ട് ചോദ്യം ചോദിക്കണ്ട. ബിദ്അത്ത് സ്ഥാപിക്കാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടുകളെ എതിർക്കാൻ വേണ്ടി സുന്നികളുടെ റൂമിൽ പോയിട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല, പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പ്രവർത്തകനും എന്നൊരു തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ആ സംഘടനയുടെ വൃത്തത്തിന്റെ പുറത്തുള്ള അപൂർവം ചില ആൾക്കാരെ ഇപ്പൊ എന്ത് ചെയ്യണുള്ളൂ? സാധുക്കൾ നമ്മുടെ റൂമിലൊക്കെ വന്ന് ചോദ്യം ചോദിക്കണുള്ളൂ. ഇത് വെറുതെ പറയണതല്ല, ശരിക്കും വസ്തുതാപരമായി മനസ്സിലാക്കിയിട്ടും അതിന്റെ കൃത്യമായ റൂട്ടുകൾ ചിന്തിച്ചിട്ടും തന്നെ പറയണതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവരുടെ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് മൗലവിമാര് വട്ടം കൂടിയിരുന്ന് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടുകളെ ആക്ഷേപിക്കാൻ വേണ്ടി, അതിനെ ചോദ്യം ചെയ്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടമായി ചോദ്യം ചോദിക്കുന്ന അവസരങ്ങൾ കുറച്ചായിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് അതിൽപ്പെട്ട പല ആളുകളുടെയും നിലപാട് ശരിയല്ലല്ലോ, നമ്മൾ പറയണത് ശരിയല്ലല്ലോ, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് തരുമ്പോ നമുക്ക് ഏറ്റവും വലിയ ഒരു പാഠം കിട്ടുന്നുണ്ടല്ലോ എന്ന് അവർക്ക് ചിന്തിക്കാൻ വഴിയായത്. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന വസ്തുത പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ദഅവത്തിന്റെ മേഖലയിൽ മുന്നോട്ട് പോയാൽ ഉറപ്പാണ് നല്ല റിസൾട്ട് ഉണ്ടാകും. അധ്വാനിക്കാത്തതിന്റെ, പ്രവർത്തിക്കാത്തതിന്റെ, അല്ലെങ്കിൽ വല്ലാത്തൊരു ആലസ്യത്തിന്റെ ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഈ മെല്ലപ്പോക്ക് നയം മാത്രമാണ് ബിദഈകളെ പലപ്പോഴും സന്തോഷിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവ് അത് നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കൂടി ഈ ഈമാനിന്റെ പ്രഭയും വെളിച്ചവും കൊളുത്തിവെക്കാനുള്ള ഒരു സന്തോഷകരമായ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ മേഖല നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കപ്പെടുമ്പോൾ അതിനോടൊക്കെ നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തകരാകാൻ, അതിലൊരു കണ്ണിയാവാൻ എന്നെ കൊണ്ടാവും വിധത്തിലുള്ള സേവനവും ഹിദുമയും ഞാനും ആ രംഗത്ത് സമർപ്പിക്കുമെന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കോൺട്രിബ്യൂഷൻ ഞാൻ അതിന് അർപ്പിക്കുമെന്നുമുള്ള ഒരു കണിശമായ നിലപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. കുറെ ആളുകളെ നമുക്ക് ഓരോരുത്തർക്കും എത്തിക്കാൻ സാധിക്കുമല്ലോ. ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്, ഒരു സംഭവമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം എന്ന് ചിന്തിക്കാൻ അല്ലേ. ഇപ്പൊ നമ്മളെ മൗലവിമാരൊക്കെ വഹാബികൾ മൊത്തം ചെയ്തിട്ടുള്ളത് എന്താ? സെൽഫ് കോൾ അടിക്കാൻ വേണ്ടി വാട്സപ്പിൽ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. എന്നിട്ടോ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ കുറെ സാധുക്കളായിട്ട് ആഡ് ചെയ്യുക. ഇവറ്റക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയൂല, മറുപടി ഒന്നും പറയാൻ പറ്റാത്ത ആൾക്കാർ, എന്നിട്ട് വൺ സൈഡ് ആയിട്ട് ഇങ്ങനെ പറയാ. അപ്പൊ ആ വൺ സൈഡ് ആയിട്ട്
പറയുന്നതിലുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ആട്ടിനെ പട്ടിയാക്കി പേപ്പട്ടിയാണെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ല എന്ന് പറഞ്ഞതുപോലെ കുറെ ഇങ്ങനെ കേൾക്കുമ്പോ ഇതിന്റെ ഒരു മറുവശം കേൾക്കണില്ലെങ്കിൽ അതിലും ശരി ഉണ്ടാവുമോ എന്നൊരു തോന്നല് ചിലപ്പോ ആർക്ക് കടന്നു വരും. ശരി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇതും ശരി തന്നെയല്ലേ എന്നൊരു തോന്നല്. ഗീബൽസിയൻ സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, 1000 നുണ ആവർത്തിച്ച് പറഞ്ഞാൽ സത്യമായി മാറുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള ശക്തമായ ശ്രമങ്ങൾ അവർ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വാട്സപ്പിലെ ചെറിയ ഗ്രൂപ്പ് അള്ളാന്റെ മുഖം എല്ലായിടത്തും ഉണ്ടാകാൻ പറ്റൂലല്ലോ. കാരണം എന്താ, ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാന്റെ മുഖം ഉണ്ടാവും എന്ന അർത്ഥം വെച്ചാൽ ഒരിക്കലും അത് ശരിയാവൂല. കാരണം എന്താ, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമേ അപ്പൊ മുഖം ഉണ്ടാകാൻ പറ്റുള്ളൂ. ഫലമ്മാ നസ്സല്ലാഹു തആല അലാ ദാലിക, അവിടൊക്കെ പടച്ചോന്റെ പൊരുത്തുണ്ടാവും എന്ന് അള്ളാഹു തആല പറഞ്ഞപ്പോ അതിന് മുഖം എന്ന അർത്ഥം വെക്കുകയാണെങ്കിൽ അവിടൊക്കെ മുഖം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അലിംന അന്നഹു തആല മുനസ്സഹുൻ അനിൽ ജിസ്മിയ്യത്തി, തടിയാവുക എന്ന അവസ്ഥയുമായി അള്ളാഹ്ക്ക് ബന്ധമല്ല എന്നുള്ളത് നിന്ന് മനസ്സിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്, അല്ലെ? ഇപ്പോ കിഴക്കോട്ട് തിരിഞ്ഞാൽ അവിടെ അള്ളാന്റെ മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്ടി വരും? അങ്ങോട്ടാണ് മുഖം തിരിഞ്ഞ, അപ്പൊ ആ ഡയറക്ഷൻ തന്നെ ഉണ്ടാവുള്ളൂ, ഇപ്പുറത്തേക്ക് തിരിയണക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ ശാരീരികമായ അവസ്ഥയുടെ ഭാഗമായിട്ടുള്ള മുഖം എന്ന് ആരെ കുറിച്ച് പറഞ്ഞൂടാ? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞൂടാ. അപ്പൊ ഇതൊരു ഗൗരവതരമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവയവങ്ങൾ സ്ഥാപിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് ജിസ്മുണ്ടെന്ന് പറയുന്ന ആളുകൾ, ആ പറയുന്നത് നമ്മളെപ്പോലത്തെ ജിസ്മുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്ന വിഷയത്തിൽ തർക്കല്ല. അതേസമയത്ത് ഞമ്മക്കറിയില്ല എന്തോ ഒരു സ്ഥലത്ത് കൈയുണ്ട്, എങ്ങനത്തെ ഒരു കണ്ണുണ്ട്, അതിന്റെ രൂപവും ഭാവവും നമുക്കറിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ ബിദഅകളൊക്കെ അങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞാലും രക്ഷയില്ല. ആ ആളുകൾ ഇസ്ലാമിന്റെ വൃത്തത്തിലുണ്ടോ ഇല്ലേ എന്നത് ഇസ്ലാമിക പണ്ഡിത ലോകത്ത് ചർച്ചാ വിഷയമാണ്, തർക്കത്തിലുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന് എറർ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമല്ല. അള്ളാഹുവിനെ കുറിച്ച് ആ വിധത്തിലുള്ള വിശ്വാസങ്ങളൊന്നും വെച്ചു പുലർത്താൻ പാടില്ല. എവിടെ എന്ന ചോദ്യം പടച്ചോനെ കുറിച്ചില്ല. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയെന്ന ചോദ്യം അള്ളാഹുവിനെ കുറിച്ചില്ല. അതുകൊണ്ട് തന്നെ റബ്ബിനെ കുറിച്ച് ആ നിലക്കൊരിക്കലും തന്നെ മനസ്സിൽ നമ്മൾ കണക്കുകൂട്ടലുകൾ ഉണ്ടാക്കാൻ പാടില്ല. റബ്ബിനെ കുറിച്ച് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, കുല്ലമാ ഖതറ ബിബാലിക്കാനില്ലാഹി, അള്ളാഹിനെ കുറിച്ച് നിന്റെ മനസ്സിൽ ഏതൊക്കെ നിലക്ക് നീ തസവുറാക്കിയാലും ഏതൊക്കെ രൂപത്തിൽ അള്ളാഹിനെ നീ കോലപ്പെടുത്തിയാലും ഫല്ലാഹു ലൈസ മിസ്ലഹു, അള്ളാഹു അങ്ങനെയൊന്നുമല്ല സഹോദര. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നു നമ്മളോട്, തഫക്കറൂ ഫിൽ ഖൽഖി വലാ തഫക്കറൂ ഫിൽ ഖാലിഖി, പടപ്പുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് പടച്ചോന്റെ ഖുദ്റത്ത് നിങ്ങൾ മനസ്സിലാക്കുക. പടപ്പുകളുടെ ശാരീരികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചോളൂ. അവരുടെ കിഡ്നിയുടെ പ്രവർത്തനത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച്, അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച്, അവരുടെ ഓരോ വിരൽ കൊടിയുടെയും അത്ഭുതത്തെക്കുറിച്ച്, അവരുടെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സംവിധാനിച്ച സൂക്ഷ്മമായ നിലപാടുകളെ കുറിച്ച്, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥകളെ കുറിച്ച്, അവന്റെ ശാരീരികമായ സംഗതികളെ കുറിച്ച്, ആ ശരീരത്തിന്റെ സേവനങ്ങളെ കുറിച്ച് ഒരാൾ ചർച്ച ചെയ്താൽ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നുണ്ടല്ലോ, എടോ സഹോദര, നീ എന്തിനാണ് അള്ളാഹുവിന്റെ ഖുദ്റത്ത് തേടിയിട്ട് മറ്റൊരു ലോകത്തേക്ക് പോകുന്നു? ഒരു വലിയ ലോകം നിന്റെ ഈ ശരീരത്തിൽ തന്നെ കുടികൊള്ളുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഓരോ ഞരമ്പുകളുടെയും പ്രാധാന്യം എത്രയാ, എത്ര സൂക്ഷ്മമായിട്ടുള്ള നിലപാടുകളാണ്. ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനത്തിലൂടെ കൃത്യമായ പരിശോധന നടത്തിയിട്ട് ഒരു വർഷത്തിൽ 1,00,000 വാഹനം പുറത്തിറക്കണമെന്ന് ഒരു കമ്പനി ടാർഗറ്റ് ചെയ്താൽ, അങ്ങനെ എല്ലാ കൃത്യമായ പരിശോധനയും നടത്തിയിട്ട് പുറത്തിറക്കുന്ന സ്ഥാപനങ്ങൾ, പ്രോഡക്റ്റുകൾ, ആ പ്രോഡക്റ്റുകളിൽ തന്നെ
വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്ത എത്രയോ സംഗതികൾ കാണുമ്പോ അത്തരത്തിലുള്ള ഒരു കമ്പനിയുടെയും സഹായമില്ലാതെ യജമാനനായ റബ്ബ് കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ ശരീരത്തെ സംവിധാനിച്ച വല്ലാത്തൊരു അത്ഭുത ലോകമില്ലേ? അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥകളെ കുറിച്ച്, അവന്റെ ശരീരത്തിന്റെ സേവനങ്ങളെ സംബന്ധിച്ച്, അവന്റെ ശരീരത്തിന്റെ സങ്കീർണമായ സാഹചര്യങ്ങളെ സംബന്ധിച്ച്, അവന്റെ തലച്ചോറിന്റെ പ്രവർത്തനം, ഹാർട്ടിന്റെ പ്രവർത്തനം, കിഡ്നിയുടെ പ്രവർത്തനം, പ്ലീഹയുടെ പ്രവർത്തനം, അതേപോലെ തന്നെ ഓരോ വസ്തുവിന്റെയും പ്രവർത്തനം, ആ പ്രവർത്തനങ്ങൾ ഓരോന്നും നിരീക്ഷിച്ചാൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി ഏതൊക്കെ നിലക്ക് പിന്നീട് വികസിച്ചാലും ആ വികസിക്കുന്ന സമയത്തൊക്കെയും ആ വികസനത്തിന്റെ സന്ദർഭത്തിൽ ഇവന്റെ ശരീരത്തിൽ നിന്ന് അഡീഷണലായി എടുക്കേണ്ട പാർട്ടുകൾ, ആ പാർട്ടുകൾ ഇപ്പോഴേ അവന്റെ ശരീരത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചു വെച്ചു. നമുക്കറിയില്ലേ, ബൈപ്പാസ് സർജറി നടത്തുന്ന ആളുകൾ അവരുടെ കാലിന്റെ ഭാഗത്തുനിന്ന് ഒരു ഓപ്പറേഷൻ വേറെ നമുക്ക് കാണാൻ പറ്റും. എന്താ സംഗതി? അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു അഡീഷണൽ ഞരമ്പ്, ഒരു സ്റ്റെപ്പിനി ഞരമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സർജറി ഒന്നും ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് മുമ്പേ മനുഷ്യന്റെ ശരീരത്തിൽ നേരത്തെ സംവിധാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, വൈദ്യശാസ്ത്രം കുറച്ചുകൂടെ പുരോഗമിക്കട്ടെ. ആ പുരോഗമനം വന്നാൽ അന്നും അവന്റെ ശരീരത്തിൽ നിന്ന് ഇന്ന് കണ്ടെത്താനായിട്ടില്ലാത്ത അഭൂതപൂർവമായ അത്ഭുതങ്ങൾ അതാ പുറത്തെടുക്കാൻ മനുഷ്യന് സാധിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാ മഹാന്മാര് പറയണത്, അതാ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരിക്കലും തന്നെ നീ പുറത്തേക്ക് സഞ്ചരിക്കേണ്ടതില്ല. നിന്നെ പറ്റി തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയാണ്. ഒരു വലിയ ലോകം അതാ നിന്റെ അകത്ത് കിടക്കുന്നുണ്ട് സഹോദര. പടച്ചോന്റെ കുദറത്ത് അതൊന്ന് മനസ്സിലാക്കലല്ലാതെ അള്ളാഹ്ക്ക് കൈയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ, കാലില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഈ നിലക്കുള്ള വില കുറഞ്ഞ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമായി പടച്ചോനെ പറ്റി ചർച്ച ചെയ്യരുത്. അള്ളാഹിനെ പറ്റി അത്തരം ചർച്ച തന്നെ വിലക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാ പറഞ്ഞത് തഫക്കറു ഫിൽ ഖൽഖി, പടപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യൂ, പടപ്പുകളെ കുറിച്ച് ചിന്തിക്കൂ, അങ്ങനെ പടച്ചോന്റെ കുദറത്തിനെ കുറിച്ച് മനസ്സിലാക്കൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ക്രമീകരിക്കൂ എന്നല്ലാതെ ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസി പടച്ചോന്റെ കൈയങ്ങനെ, പടച്ചോന്റെ കാലിങ്ങനെ, അള്ളാഹു തആല അവിടെ കേറിയിരിക്കുന്നു, രൂപം നമുക്ക് അറിയില്ലെങ്കിലും അള്ളാഹ്ക്ക് ഇരിക്കുന്നുണ്ട്, അള്ളാഹു തആലക്ക് കൈയുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അബദ്ധജടിലമായ ചർച്ചകൾ അത് സമൂഹത്തിന്റെ ഈമാൻ പോക്കറ്റടിക്കുന്ന ഏറ്റവും ഗൗരവതരമായ ഒരു സംഭവമാണെന്ന്, ഒരു അപകടമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് മുസ്ലിമേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. അള്ളാഹു തആലക്ക് മുഖണ്ട് എന്നെങ്ങാനും പറഞ്ഞാൽ, എന്നിട്ട് ഫൈനമാത്തുവല്ലു ഫസമ്മ വജ്ഹുല്ലാ, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാന്റെ മുഖം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, കേക്കോട്ട് തിരിഞ്ഞാൽ എന്തായാലും മുഖമുണ്ടെങ്കിൽ അതൊരു കൃത്യമായ ദിശയിലല്ലേ ഉണ്ടാവുള്ളൂ. ആ ദിശയിൽ ഉണ്ടായ മറ്റേ ദിശയിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എങ്ങോട്ട് തിരിഞ്ഞാലും ഉണ്ടാകുക എന്ന് പറയണമെങ്കിൽ, സാമാന്യവൽക്കരിച്ച് പറയണമെങ്കിൽ ഒരിക്കലും എന്തല്ല, ആ വജിഹിന് മുഖം അർത്ഥം വെച്ചൂടാ. അപ്പൊ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായിട്ടുള്ള അറിവ് ഇതൊക്കെ അവിടെ അർത്ഥം വെച്ചുകൂടൂ എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മനുഷ്യനെ പോലെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അവയവങ്ങൾ സ്ഥാപിക്കുന്ന സൃഷ്ടികളുടെ സ്വഭാവങ്ങൾ വകവെച്ചു കൊടുക്കുന്നത് ഈമാനികമായ അപജയത്തിന്റെ വ്യക്തമായ രേഖയാണ് എന്ന് പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നു, അവർ പഠിപ്പിക്കുന്നു. അത് അതിൻ്റെതായ ഗൗരവത്തിലും അർത്ഥത്തിലും കാണാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈമാൻ സജീവമാക്കി നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് പൂർവികരായ മുസ്ലിമീങ്ങൾ കാണിച്ചു തന്ന ആ റൂട്ടിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിക്കൂടാ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇനി അപ്പോ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞാലും പടിഞ്ഞാട്ട് തിരിഞ്ഞാലും ഒക്കെ അതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ പടച്ചോന്റെ പൊരുത്തം നിങ്ങൾക്ക് കിട്ടും. കാരണം ഇന്നല്ലാഹ വാസിഉൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം വിശാലമായവനാണ്. അലീമുൻ, അടിമകളെ സംബന്ധിച്ച് അവർക്ക് ഗുണകരമായത് എന്താണെന്ന് കൃത്യമായി അറിയുന്നവനുമാണ് അള്ളാഹു എന്നാണ് പറഞ്ഞത്. അഥവാ ഖിബില മാറ്റവുമായി ബന്ധപ്പെടുത്തിയിട്ട് അനാവശ്യമായ ഒരു ചർച്ചയും ഒരു വിവാദവും ആരുണ്ടാക്കണ്ട, ജൂതന്മാരുണ്ടാക്കണ്ട, മക്കക്കാരുണ്ടാക്കണ്ട. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ ചില ആളുകൾ രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിൽ വന്ന് എങ്ങോട്ട് തിരിഞ്ഞപ്പോ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞപ്പോ ജൂതന്മാർക്ക് അത് ഒരു പിന്നെ ഇതായിട്ട് തോന്നിയെങ്കിലും ആ സമയത്ത് മക്കക്കാരെന്ത് പറഞ്ഞു? ആ സമയത്ത് മക്കക്കാർ പറഞ്ഞു, കണ്ടോ മുഹമ്മദ് പിടുത്തം വിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു നാട്ടിൽ ചെന്ന് നോക്കുമ്പോ അവർക്കൊപ്പിച്ചു പറഞ്ഞു, നമ്മളെ നാട്ടിലുള്ള കഅബാലയത്തെ അവഗണിച്ചു എന്നാണ് അന്ന് അവര് പറഞ്ഞ്. എന്നാൽ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞപ്പോഴോ ജൂതന്മാര് റസൂലുള്ളാഹിക്ക് എതിരായി. എന്നാ ഈ ചങ്ങായിമാര് നന്നായോ? ഇവര് നന്നായതുമില്ല. ഇവരപ്പ പറഞ്ഞത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് തന്നെ തിരിയാൻ തുടങ്ങിയപ്പോ
അതൊന്നും വിശ്വസിക്കണ്ട, ചിലപ്പോ ഇഞ്ഞും മാറ്റിക്കൂടായില്ല. കണ്ടോ? അപ്പോ സത്യനിഷേധികളൊക്കെയും ഓരോ കാലഘട്ടങ്ങളിലും അവർക്ക് പറ്റും വിധത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാനേ അവർ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അത് അവരുടെ ജീവിതത്തിലുള്ള വലിയ മോശമാണ് എന്ന് അല്ലാഹു തആല അറിയിച്ചതാണ്. എങ്ങോട്ട് തിരിയണമെന്ന് പടച്ചോൻ പറഞ്ഞു, അങ്ങോട്ട് തിരിയ. അതിന്റെ ലോജിക്ക് എന്താന്ന് നമ്മൾ നോക്കേണ്ടതില്ല. കാരണം ഏത് സ്ഥലത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്, ഏത് വ്യക്തിക്കാണ് മഹത്വം കൊടുക്കേണ്ടത്, ഏത് വസ്തുവിനാണ് പവർ കൊടുക്കേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കാനുള്ള ഫൈനൽ അതോറിറ്റി അള്ളാഹു ആകുന്നു. ആ അള്ളാഹു തആല തീരുമാനിച്ച ആ തീരുമാനത്തിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി കാത്തു നിൽക്കുന്നവൻ, അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നവൻ, അവൻ ആരോ അവനാണ് വിശ്വാസി എന്നതാണ് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ നിലപാട് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു തആല പഠിപ്പിച്ചത്. ഇനി മറ്റൊരു വിഷയം, വഖാലു ഇത്തഖദല്ലാഹു വലദാ സുബ്ഹാനഹു ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർള് കുല്ലുൻ ലഹു ഖാനിതൂൻ. വഖാലു ഇത്തഖദല്ലാഹു വലദാ, അല്ലാഹു തആല സന്താനോൽപാദനം നടത്തി എന്നവർ പറഞ്ഞു. സുബ്ഹാന, അവരുടെ ഈ വാദത്തിനെ തൊട്ട് അല്ലാഹു തആല പരിശുദ്ധനാകുന്നു. പടച്ചോൻ ഒരിക്കലും തന്നെ സന്താനോൽപാദനം നടത്തിയിട്ടില്ല. ബൽ, മറിച്ച് ലഹു മാ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതിൽപ്പെട്ട തന്നെയാണ് ഇവരീ പറഞ്ഞ സന്താനങ്ങളും. എന്നല്ലാതെ അള്ളാഹു തആല പ്രത്യേകം സന്താനോൽപാദനം നടത്തിയിട്ടില്ല. കുല്ലുൻ ലഹു ഖാനിതൂൻ, എല്ലാം ഈ ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിന് വഴിപ്പെടുന്നുണ്ട്, അവനനുസരിക്കുന്നുണ്ട്. ബദിഉസ് സമാവാതി വൽ അർളി, ആകാശങ്ങളെയും ഭൂമിയെയും ഒരു മുൻ പ്ലാൻ ഇല്ലാതെ പടച്ചവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. വൈദാ ഖളാ അംറൻ, ഒരു കാര്യം അല്ലാഹു തആല തീരുമാനിച്ചാൽ ഫഇന്നമാ യകൂനു ലഹു കുൻ, അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല ഉണ്ടാവുക എന്ന് പറയും. ഫയകൂൻ, അപ്പോൾ അതുണ്ടാകും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ രണ്ട് ആയത്തുകൾ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഏലം അന്ന ഹാദാ ഹുവൻ നൗഉൽ ആശിറു മിൻ ബഖാബിഹി അഫ്ആലിൽ യഹൂദി വൻ നസാറ വൽ മുശ്രിക്കീൻ. ജൂതന്മാരും ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ മക്ക മുശ്രിക്കുകളും അവരുടെ വളരെ മോശമായിട്ടുള്ള പല പരിപാടികളെ സംബന്ധിച്ചുമുള്ള ഒരു ചിന്തയാണ് അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ പറയുന്നത്. അതെന്താ? വഖാലു ഇത്തഖദല്ലാഹു വലദാ, അല്ല മക്കൾ ഉണ്ടാക്കി എന്ന് അവർ പറഞ്ഞു. ഈ പറഞ്ഞത് എന്തിന്റെ ഭാഗമാണ്? ക്രിസ്ത്യാനികൾ അവര് ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് എന്തു പറഞ്ഞു? ഈസാ അലൈഹി ഇസ്ലാം, യേശു ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. ജൂതന്മാർ ഉസൈർ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഉസൈർ അലൈഹി ഇസ്ലാം പടച്ചോന്റെ മോനാണ് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഖുർആനിൽ തന്നെ വരുന്നുണ്ട്, അവിടെ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഉസൈർ അലൈഹി ഇസ്ലാം ഒരു പട്ടണം തകർന്നു കിടക്കുമ്പോ അതിലങ്ങൾ നടന്നു പോയപ്പോ ഇനി എങ്ങനെ അത് പഴയ പോലെ പുനർജനിപ്പിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒരു അതിശയത്തോടു കൂടെ ചോദിച്ചു. അപ്പോൾ ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ, 100 കൊല്ലം ഉസൈർ അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല മരിപ്പിച്ച് കടത്തിയിട്ട് എന്നിട്ട് പിന്നെ ജീവിപ്പിച്ചു. അപ്പോ നോക്കുമ്പോ അവിടെ എന്തുണ്ട്, നല്ല ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് കാണുന്നത്. അപ്പോ അല്ലാഹു തആല ഉസൈർ അലൈഹി ഇസ്ലാമിന് 100 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പുനർജന്മം കൊടുത്തപ്പോ അത് അള്ളാന്റെ മോനായിട്ട് ജനിച്ചതാണ് എന്നാണ് ജൂതന്മാര് പറഞ്ഞുണ്ടാക്കിയ കിംവദന്തി. അതേപോലെ മലക്കുകളെ കുറിച്ച് മക്കത്തെ മുശ്രിക്ക് പറയുന്നത് അള്ളാന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്നാണ്. അതാണ് ഇവിടെ അല്ലാഹു തആല ഈ 3 വിഭാഗത്തെയും ഉദ്ദേശിച്ചുകൊണ്ട് പറയണത്. വഖാലു, അവര് പറഞ്ഞു, അവരിച്ച ഈ സത്യനിഷേധികളായ മുഴുവൻ ആൾക്കാരും അവരൊക്കെ പറഞ്ഞു ഇത്തഖദല്ലാഹു വലദാ, അല്ലാഹു തആല മക്കൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഇന്നഹാ നസലത്ത് ഫീ കഅബ് ബിൻ അഷ്റഫി വ കഅബ് ബിൻ അസദിൻ വ വഹബ് ബിൻ യഹൂദ. കഅബ് ബിൻ അഷ്റഫ്, കഅബ് ബിൻ അസദ്, വഹബ് ബിൻ യഹൂദ എന്നിവരെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങിയത്, ജൂത പുരോഹിതന്മാർ. ഫഇന്നഹും ജഅലു ഉസൈറൻ ഇബ്നല്ലാഹ്, ഉസൈർ അലൈഹി ഇസ്ലാമിനെ അവർ അള്ളാന്റെ മകനാക്കി പ്രഖ്യാപിച്ചു. എന്നാൽ അമ്മാ ഖൗലുഹു തആല, അള്ളാഹു പറഞ്ഞല്ലോ തുടർന്ന് സുബ്ഹാന, അള്ളാഹുവിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്താണ് ഇവിടെ പറയാൻ കാരണം? ഫഹുവ കലിമത്തു തൻസീഹിൻ യുനസ്സിഹു ബിഹാ നഫ്സഹു അമ്മാ ഖാലൂഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകൾ ആക്ഷേപിക്കുന്ന ആക്ഷേപത്തിന് തൊട്ട് തന്റെ സത്തയെ വിശുദ്ധമാക്കുന്ന ഒരു പ്രഖ്യാപനമാണത്. അല്ലാഹു തആലക്ക് ഈ ആരോപണമായിട്ട് ബന്ധമല്ല. മക്കൾ ഉണ്ടാക്കി എന്ന് പറയുന്ന ആരോപണമായിട്ട് ആർക്ക് ബന്ധമല്ല? അള്ളാഹുവിന് ബന്ധമല്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള പദമാണ് സുബ്ഹാനഹു എന്ന് പറഞ്ഞത്. മറ്റൊരായത്തിൽ അല്ലാഹു തആല സൂറത്തുൻ നിസാഇന്റെ 171 ആയത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞത് കാണാലോ, സുബ്ഹാനഹു അയ്യകൂന ലഹു വലദ്
മക്കളുണ്ടാകുന്നതിനെ തൊട്ട് അള്ളാഹു താല പരിശുദ്ധനാകുന്നു എന്ന് അള്ളാഹു താല അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറത്തൻ അൽഹറഹു മറത്തൻ ഇഖ്തസറ അലൈഹി. അപ്പൊ അവിടെ സൂറത്തു നിസായിൽ അള്ളാഹു താല സുബ്ഹാനഹു അയ്യക്കൂന ലഹു വലദുൻ, മകനുണ്ടാകൽ, കുട്ടി ഉണ്ടാകൽ അള്ളാഹുവിന്റെ പരിശുദ്ധിക്കെതിരാണ്. ആ മകൾ ഉണ്ടാകാൻ തൊട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധി സമ്മതിക്കുന്നു എന്ന് അവിടെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഇവിടെ വെറും സുബ്ഹാനഹു എന്ന് പറഞ്ഞ് നിർത്തി. എന്നാൽ ആ നിർത്തിയെടുത്തതിന്റെ ഉദ്ദേശം മക്കൾ ഉണ്ടാക്കി അല്ലാഹ് എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് അതിനെ നിരാകരിക്കുന്ന വാദമാണ് അള്ളാഹു താല പറഞ്ഞത്. എന്നിട്ടോ മറിച്ച് അള്ളാഹ് പറയണ എന്താ, ബല്ലഹു മാഫിസ് സമാവാതി വൽ അർളി, ആകാശഭൂമിയിലുള്ളതെല്ലാം ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെ മക്കളില്ലാതെ വരിക? അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട റാസിമാവ് രേഖപ്പെടുത്തുന്നത് അന്ന കുല്ലമാ സിവൽ മൗജൂദിൽ വാജിബി, ഉള്ളവനായിരിക്കൽ നിർബന്ധമായ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലോകത്ത് അള്ളാഹു താല വാജിബുല്ലിദാത്തിഹിയാണ്, ഉള്ളവനായിരിക്കൽ നിർബന്ധമുള്ളവനാ. നമ്മളൊക്കെയോ ബാക്കിയുള്ള ഈ അണ്ടകടാഹത്തിൽ എല്ലാതും മുംകിനുല്ലിദാത്തിഹിയാണ്. ഉണ്ടായാലും കൊള്ളാം, ഉണ്ടായില്ലെങ്കിലും കൊള്ളാം. ഉണ്ടായി എന്ന് വിചാരിച്ചിട്ടോ ഉണ്ടായില്ല എന്ന് വിചാരിച്ചിട്ടോ ഇവിടെ എന്തില്ല, ഒരു പ്രത്യേകമായിട്ടുള്ള സംഗതി ഒന്നുമില്ല. അതേ സമയത്ത് അള്ളാഹു ഉള്ളവനായിരിക്കൽ നിർബന്ധമാണ്. കാരണം അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകം ഈ രൂപത്തിൽ സ്മൂത്ത് ആയിട്ട് എന്താവില്ലായിരുന്നു, മുന്നോട്ട് പോകൂലായിരുന്നു എന്നതാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഉണ്ടാക്കിയതാണ് ബാക്കിയുള്ളതൊക്കെ. അപ്പൊ ഉണ്ടാക്കിയതാണ് ബാക്കിയുള്ളതൊക്കെ എന്ന് വരുമ്പോ ആ ഉണ്ടാക്കിയ ഒരു സാധനവും ആരാകാൻ പറ്റൂല, അള്ളാഹുവിന്റെ കുട്ടി എന്ന അർത്ഥത്തിൽ പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? കാരണം എന്താ, അള്ളാന്റെ മകൻ എന്ന് പറഞ്ഞാൽ ആ മകന് പിതാവിന്റേതായ ചില അവകാശങ്ങളൊക്കെ വകവെച്ചു കൊടുക്കേണ്ടി വരില്ലേ? ആ ഒരവസ്ഥ വാസ്തവത്തിൽ ഉണ്ടാകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാകുന്നു? അവൻ വിശുദ്ധനാകുന്നു. അവൻ മക്കളെ ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹു തആല സൂറത്ത് തൗഹീദ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ സൂറത്ത് ഖുൽ ഹുവല്ലാഹു ആയ സൂറത്തിൽ അള്ളാഹു പറഞ്ഞല്ലോ, ലം യലിദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനോൽപാദനം നടത്തിയിട്ടില്ല. വലം യൂലദ്, മറ്റൊരു രക്ഷിതാക്കളാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പ്രോഡക്റ്റുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. കാരണം എന്താ, സന്താനോൽപാദനം നടത്താന്നൊക്കെ പറഞ്ഞത് ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെയായാലും ശരി ആ സംഗതികളിലൂടെ എന്ത് ഉദ്ദേശിക്കുന്നുണ്ട്? ആ മക്കൾ നമ്മൾ വലുതായി വരുന്ന സമയത്ത് എന്തുണ്ടാവും? ആ മക്കളെ കൊണ്ടൊരു ഉപകാരം നമ്മൾ പ്രതീക്ഷിക്കൂലേ, അല്ലേ? കാരണം നോക്കി നിങ്ങളെ റാസിമോഹനെ പറയേണ്ട അന്നൽ വലത ഇന്നമായി ഉത്തഹദുലിൽ ഹാജത്തി ഇലൈഹി ഫിൽ കിബരി, വയസ്സാകുമ്പോ ആ കുട്ടീനെ കൊണ്ടൊരു ഉപകാരം കിട്ടുമല്ലോ എന്ന ഒരു ഉദ്ദേശം അതിലുണ്ടാവും രക്ഷിതാവിന്. സ്വന്തം കാര്യങ്ങൾ വാപ്പാക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്ന സമയത്ത് ആ മകന്റെ ഒരു സപ്പോർട്ട്, ആ മകന്റെ ഒരു സഹായം അത് കിട്ടണമെന്ന് ആരാഗ്രഹിക്കുമ്പോൾ രക്ഷിതാവ് ആഗ്രഹിക്കും. എന്നാൽ ആ അർത്ഥത്തിൽ ഒരിക്കലും തന്നെ ആഗ്രഹിക്കൽ ഫഅലഹാദ ഈജാദുൽ വലദി, ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടാവുമ്പോ കുട്ടീനുണ്ടാക്കുക എന്നുള്ളത് ഇന്നമായ സിഹു, അത് ശരിയാവുന്നത് അലാമ യസിഹു അലൈഹിൽ ഫഖറു വൽ അജ്സു വൽ ഹാജത്തു, ദാരിദ്ര്യവും അതേപോലെ തന്നെ കഴിവില്ലായ്മയും ആവശ്യമൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ശക്തിയെ കുറിച്ച് മാത്രമേ മകൻ ഉണ്ടാക്കുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു താലാക്ക് കഴിവില്ലായ്മ കടന്നു വരില്ല. അതേസമയത്ത് അള്ളാഹു താലാക്ക് ശക്തിയില്ലായ്മ ഉണ്ടാവില്ല. മറ്റൊരാളിലേക്ക് ആവശ്യമാവുക എന്ന എഹ്തിയാജ് അത് അള്ളാഹുവിന് ഉണ്ടാവില്ല. ആ നിലക്കുള്ള സംഗതികളിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാകുമ്പോൾ കുട്ടിനുണ്ടാക്കുക എന്നതും അള്ളാഹു താലായെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായിട്ടുള്ള സംഗതിയാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ ഉണ്ടാക്കിയെന്ന ഈ വാദഗതി അത് സത്യനിഷേധികളായ ആളുകൾ കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി തന്ന ആ റൂട്ടിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പലപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള ഏടാകൂടമാണ്. ആ ഏടാകൂടം ഒരിക്കലും തന്നെ സത്യവിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടതോ അവർ മനസ്സിലാക്കേണ്ടതോ അല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പടച്ചോൻ പറഞ്ഞു, കുല്ലുല്ലഹു ഖാനിത്തൂൻ, എല്ലാം ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അതൊക്കെ അള്ളാഹ്ക്ക് അനുസരിക്കുന്നുണ്ട്. ഒന്നുകിൽ സ്വമേധയാ ഇഷ്ടപ്രകാരം അനുസരിക്കും, അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് അനുസരിക്കും. അല്ലെ, ധിക്കാരികളായ ആളുകളും പടച്ച റബ്ബ് വെച്ചിട്ടുള്ള ഒരു കൺട്രോളിന്റെ അപ്പുറത്തേക്ക് അള്ളാഹു തആല വെച്ചൊരു ശിഷ്ടത്തെ മറികടക്കാൻ ആർക്ക് സാധ്യമല്ലല്ലോ, അവർക്ക് സാധ്യമല്ലല്ലോ. ഇല്ല, പടച്ച റബ്ബ് അവരുടെ ജീവിതത്തിൽ വെച്ചിട്ടുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്മണരേഖ അത് വിട്ടുകടക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അപ്പോ അറിഞ്ഞോ അറിയാതെയോ സ്വബോധത്തോടെയോ അല്ലെങ്കിൽ നിർബന്ധിതമായോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരും അള്ളാഹിനെ അനുസരിക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ. മറ്റൊരർത്ഥത്തിൽ ഈ ലോകത്ത് കുറച്ച് മനുഷ്യന്മാരും ജിന്നുകളും അല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളും ശരിക്കും പടച്ച റബ്ബിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും അള്ളാഹുവിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും അവരുടേതായ ആ അടിമത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തുസബ്ബിഹുൽ ഹൈതാനു ഫിൽ മാ വ ഫിൽ ഫലാ
വുഹൂശും വതൈറും ഫിൽ ഹവാഇ മുസഖറൂ. മഹാന്മാര് പറഞ്ഞത് കാണാമല്ലോ, ഇതാ പിന്നെ സമുദ്രത്തിലൂടെ ഊളിയിട്ട് സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ, ആ മത്സ്യങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതാ പിന്നെ മരുഭൂമിയിലൂടെ നടക്കുന്ന മൃഗങ്ങൾ, ആ മൃഗങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നുണ്ട്. അതുപോലെ അന്തരീക്ഷത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകൾ, അതും അള്ളാഹുവിന്റെ വിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈമിൻ ഷൈഇൻ ഇല്ലാ വയുസബ്ബിഹു ബിഹംദി, ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും പടച്ച തമ്പുരാന് തസ്ബീഹ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കമ്മിയുള്ളത് കുറച്ച് മനുഷ്യന്മാർക്കും അതേപോലെ കുറച്ച് ജിന്നുകൾക്കും മാത്രമാണ്. വാസ്തവത്തിൽ ഈ രണ്ട് വിഭാഗത്തെയാണ് അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടി അള്ളാഹു തആല ടാർഗറ്റ് ചെയ്തത്. അവർക്ക് എന്ത് സംഭവിക്കുന്നു? ധിക്കാരത്തിന്റെ മനോഭാവം വരുന്നു. അതേ സമയത്ത് ഈ പ്രകൃതിയിലെ മറ്റെല്ലാ വസ്തുക്കളും പടച്ച റബ്ബിന്റെ ആദീശത്വം അംഗീകരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കഥാ അനുസരണം പ്രഖ്യാപിക്കുന്നു. അതാ കുല്ലുല്ലഹു ഖാനിതൂൻ, എല്ലാവരും അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്ന് പടച്ചോൻ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞത് എന്താ? ബദീഉസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുൻ പ്ലാനുകൾ ഇല്ലാതെ പടച്ചിരിക്കുകയാണ്. ഇവിടെ കുല്ലുല്ലഹു ഖാനിതൂൻ എന്ന് പറഞ്ഞോടത്ത് പിന്നെ വിവിധ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആകാശഭൂമിയിലും ആകാശങ്ങളിലും ഭൂമികളിലുള്ള ഐ കുല്ലു മാ ഫിസ് സമാവാതി വൽ അർളി ഖാനിതൂന മുത്തിഊൻ, അള്ളാഹു ആകാശഭൂമികളിലുള്ള എല്ലാ സാധനങ്ങളും അള്ളാഹുവിന് വഴിപ്പെടുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പിന്നെ ഒരു വ്യാഖ്യാനം. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും. എന്ത് ചോദ്യം എന്താ വെച്ചാൽ, ഫഖീല ലി ഹൗലാഇൽ കുഫാർ, ഈ അവിശ്വാസികളെ സംബന്ധിച്ച് ഒരാൾ ചോദിച്ചാൽ, ലൈസു മുത്തീന, അവരനുസരിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ, അതിന് ഫഇൻദഹാദ ഖാല ആഖറൂന, ഒരു വട്ടം പണ്ഡിതന്മാരെ പറഞ്ഞ മറുപടി അൽമാന അന്നഹും യുത്തീഊന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവരെന്ത് ചെയ്യേണ്ടി വരും? അനുസരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അന്ത്യനാളിൽ അനുസരിക്കേണ്ടി വരും എന്നാണ്. അതേ സമയത്ത് അനുസരിക്കാന്ന് പറഞ്ഞതിന് നമ്മൾ നേരത്തെ പറഞ്ഞ തൗഅം വ കർഹൻ എന്ന് ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിലാണ് കൂടുതൽ വ്യാഖ്യാനവും ഇവിടെ പിന്നെ നിരീക്ഷിക്കുന്നത്. അപ്പോ അല്ലാഹു തആല തീരുമാനിച്ച തീരുമാനങ്ങളെ സ്വമേധയാ ആണെങ്കിലും അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടാണെങ്കിലും അനുസരിക്കേണ്ടി വരും. അതേ സമയത്ത് ഒരു പുകഴ്ത്തി പറയുന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാവുന്ന ചർച്ച നടത്തുന്നുണ്ട്. അത് സ്വാലിഹ്യങ്ങളെ സംബന്ധിച്ചും നല്ലവരായ ആളുകളെ സംബന്ധിച്ചും ഒക്കെയാണ് നടത്തിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ കാണണം. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ പണ്ഡിതന്മാര് വേറെയും വ്യാഖ്യാനങ്ങൾ ഇതിന് പറഞ്ഞിട്ടുണ്ട്. എന്താ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ അറാദ ബിഹി അൽ മലായിക വ ഉസൈറൻ വൽ മസീഹ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഉദ്ദേശിച്ചത് ഈസാ അലൈഹി ഇസ്ലാമിനെയും മലക്കുകളെയും അതേപോലെ ഉസൈർ അലൈഹി ഇസ്ലാമിനെയാണ്. എന്താ അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം? കുല്ലുല്ലഹു ഖാനിത്തൂൻ, ഇവര് ഈ പിന്നെ പടപ്പുകള് അല്ലാഹു തആല മക്കളെ ഉണ്ടാക്കി എന്ന് പറഞ്ഞോര് അതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രധാനമായും ആരാ? ജൂതന്മാർ ഉസൈർ അലൈഹി ഇസ്ലാമിനെ, ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി ഇസ്ലാമിനെ, മുശ്രിക്കുകൾ മലക്കുകളെ, അല്ലെ? ആ മലക്കുകൾ പെൺമക്കളാന്ന് പറഞ്ഞു. മറ്റോല് ഉസൈർ അലൈഹി ഇസ്ലാമും ഈസാ അലൈഹി ഇസ്ലാമും മക്കളാന്നും പറഞ്ഞു. എന്നാൽ ഇവിടെ കുല്ലുല്ലഹു ഖാനിത്തൂൻ, അവരെല്ലാരും അള്ളാഹിനെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചത് മലക്കുകളെയും ഉസൈർ അലൈഹി ഇസ്ലാമിനെയും ഈസാ അലൈഹി ഇസ്ലാമിനുമാണ്. അതായത് ഐ കുല്ലും മിൻ ഹൗലാഇ അല്ലദീന ഹകമു അലൈഹിം ബിൽ വലദി അന്നഹും ഖാനിത്തൂന ലഹു, അള്ളാന്റെ മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്യനിഷേധികളായ ആളുകൾ വിധി കൽപ്പിച്ച, അവർ പടച്ചോന്റെ മക്കളായി ചാർത്തിക്കൊടുത്ത ഈ നബിമാരും അതേപോലെ തന്നെ ഈ മലക്കുകളൊക്കെ പടച്ചോനെ പൂർണ്ണമായി അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ അല്ലാഹു തആല പറഞ്ഞതാണ്. അപ്പൊ എന്താവും അതിന്റെ അർത്ഥം? അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ചില ക്രിസ്ത്യാനികളുമായിട്ട് സംസാരിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലാ തമറദ ഈസ അൻ ഇബാദത്തില്ലാഹി ലൗലാ തമറുദ ഈസ അൻ ഇബാദത്തില്ലാഹി ലസിർതു അലാ ദീനിഹി, അള്ളാഹ്ക്ക് ആരാധന ചെയ്യുന്നതിന് തൊട്ട് ഈസാ അലൈഹി ഇസ്ലാമിന് ഒരു മടി, അതല്ലെങ്കിൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഒരു ധിക്കാരം, മോട്ടുകാട്ടാണ് തമറുദിന്റെ അർത്ഥം, അത് പറഞ്ഞു കേൾക്കാണ്ടൊക്കെയാണ്. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ നിന്നുള്ള ഒരു കുശുമ്പ്
ഈസാ നബിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈസാ നബിന്റെ മതത്തിൽ കൂടുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഒരു ക്രിസ്ത്യാനിയായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. അത് ഈ ക്രിസ്ത്യാനിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്? അയാളെ വട്ടം കേൾക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ ഫഖാല നസ്രാനിയു, ആ ക്രിസ്ത്യാനി പറഞ്ഞു, കൈഫ യജൂസു യുൻസബ ദാലിക ഇലാ ഈസാ മഅ ജിദ്ദിഹി ഫീ തഅത്തില്ലാഹ്. അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കണയിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന് കുശുമ്പുണ്ടായി നിങ്ങൾ പറയാ? അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിച്ച ആളല്ലേ ഈസാ. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ആ ക്രിസ്ത്യാനിയോട് ചൂടായി പറഞ്ഞു. അപ്പൊ ഫഖാല അലിയു റളിയല്ലാഹു അൻഹു, അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈൻകാന ഈസാ ഇലാഹൻ, ഈസാ അലൈഹി ഇസ്ലാം നിങ്ങൾ പറഞ്ഞ മാതിരി ആരാധ്യനായിരുന്നുവെങ്കിൽ ഫല്ലിലാഹു കൈഫ യഅബുദു ഗൈറഹു, ഇലാഹ് ആരാധ്യൻ എങ്ങനെ പിന്നെ മറ്റൊരാളെ ആരാധിക്കുക? അതുണ്ടാവില്ലല്ലോ. ഇന്നമൽ അബ്ദുഹു വല്ലദീ യലീഖു ബിഹിൽ ഇബാദ, അടിമക്കല്ലേ ഉടമയെ ആരാധിക്കുക എന്നുള്ളത് പറ്റുള്ളൂ. അതുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാം ഇലാഹാണ്, ദൈവമാണ് എന്ന നിങ്ങളെ വാദം ശരിയല്ലല്ലോ. ഞങ്ങളെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. കാരണം ഈസാ നബി അലൈഹി ഇസ്ലാം ഇലാഹാണെങ്കിൽ ഈസാ നബി എന്ത് ചെയ്യൂല? ഈസാ നബി അള്ളാഹിനെ ആരാധിക്കൂല. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? ഈസാ നബി ആരാധിക്കുന്ന ആളാണ്, അള്ളാഹിനെ ആരാധിക്കുന്ന ആളാണ്. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാം ദൈവമല്ല, ആരാധ്യനല്ല എന്ന് മനസ്സിലായി. അതോട് ഫങ്കത്താ നസ്രാനിയു, ക്രിസ്ത്യാനിയുടെ ആഫീസ് പൂട്ടി. ഇത്രേ ഉള്ളൂ സംഗതി, മനസ്സിലായില്ലേ? അപ്പൊ അതിനു വേണ്ടി അള്ളാഹു മലക്കുകളും അതേപോലെ ഈസാ അലൈഹി ഇസ്ലാമും ഉസൈർ അലൈഹി ഇസ്ലാമും അള്ളാഹിന്റെ മക്കളാന്ന് പറഞ്ഞപ്പോ അതിനുള്ള മറുപടിയാണ്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അല്ല എന്ന് മാത്രല്ല, കുല്ലുല്ലഹു ഖാനിതൂൻ, ഈ ആളുകളൊക്കെ അഥവാ ഉസൈർ അലൈഹി ഇസ്ലാമും ഈസാ അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മലക്കുകളും അവരെല്ലാവരും അള്ളാഹുവിന് അനുസരിക്കുന്ന, പടച്ചോൻ എന്തേ പറഞ്ഞു ആ പറഞ്ഞെടുത്ത് കൃത്യമായിട്ട് ഒരു അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഒരു മകന്റെയും വാപ്പാന്റെയും തമ്മിലുള്ള ബന്ധമല്ല, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ് അള്ളാഹും ഈ മഹാന്മാരും തമ്മിലുള്ളത്. അതുകൊണ്ട് ആ മഹാന്മാരെ സംബന്ധിച്ച് ബഹുമാനം പറഞ്ഞ് തുമ്പില്ലാണ്ടാക്കുന്ന അപകടമാണ് ആര് ചെയ്തിട്ടുള്ളത്? ഓ ക്രിസ്ത്യാനികളെ, ജൂതന്മാരെ, അതുപോലെ തന്നെ മുശ്രിക്കുകളെ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്നത്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ആദരിക്കുക എന്ന ആദരവ് അതെന്തിലേക്ക് വഴിമാറാൻ പാടില്ല? ആരാധന എന്നതിലേക്ക് വഴിമാറാൻ പാടില്ല. അത് വഴിമാറുമ്പോഴാണ് അപകടം വരിക. ക്രിസ്ത്യാനിക്ക് പറ്റിയത് അതാണ്, ജൂതന് പറ്റിയത് അതാണ്, അറേബ്യൻ മുശ്രിക്കുകൾക്ക് പറ്റിയത് അതാണ്. ആരാധന പലപ്പോഴും ആദരവ് ആരാധനയിലേക്ക് വഴിമാറി. എന്നാൽ അവിടെ കൃത്യമായി ആരാധനയും ആദരവും രണ്ടായി മനസ്സിലാക്കുകയും ആദരവ് കൊടുക്കേണ്ടവർക്ക് അത് കൃത്യമായി നൽകി, അതേസമയത്ത് ആരാധന എന്ന് പറയുന്ന ആ ഗുണം അത് യജമാനനായ റബ്ബിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്ന സ്വഭാവം, അതാണ് ഇതിലെ മിതമായിട്ടുള്ള നിലപാട്. ആ നിലപാടാണ് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ ആരാധന ആയിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ആദരവിനെ കൂടി നിരാകരിക്കുന്ന ബിദഈകളുടെ നിലപാട് ശരിയല്ല. അതേസമയത്ത് ആദരവ് പിടുത്തം വിട്ട് ആരാധനയിലേക്ക് പോകുന്ന ഈ ആളുകളുടെ നിലപാടും ശരിയല്ല. മറിച്ച് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മധ്യനില. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ, ഒരു മധ്യ സമൂഹമാക്കി നിങ്ങളെ വെച്ചിട്ടുണ്ട്. ഉള്ളത് അംഗീകരിക്കണം, ഇല്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല. അന്ധവിശ്വാസത്തിന്റെ പേരിൽ വാരിപ്പുണരാൻ പാടില്ല. എന്നാൽ ഉള്ളത് അംഗീകരിക്കണം, മോഡേൺ ചിന്താഗതിയുടെ പേരിൽ ഉള്ളതിനെ നിരാകരിക്കാനും പാടില്ല. അതുകൊണ്ട് ബിദഈകളുമായി ദീനിന് ബന്ധം കമ്മിയുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പരിധി വിട്ട ആളുകളുമായിട്ടും മതത്തിന് ഒരിക്കലും തന്നെ ബന്ധമല്ല എന്നുള്ള അവസ്ഥ അത് നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയാൽ ഇന്നൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ചർച്ചകൾക്ക് കൃത്യമായിട്ടുള്ള വിരാമമാകും, അല്ലെ? നമ്മളിപ്പോ റബീഉൽ അവ്വലൊക്കെ വന്ന നമ്മുടെ നാട്ടിൽ ഈ മൗലവിമാര് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊടുക്കും. എന്ത്? ഈസാ അലൈഹി ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ ബഹുമാനിച്ചതുപോലെ നിങ്ങൾ എന്നെ ബഹുമാനിക്കരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മൗലൂദ് ഓതരുത് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? ഒരു ഹദീസാണ് വായിക്കുക, എന്നിട്ട് അതിന്റെ വ്യാഖ്യാനം ഇവന് തോന്നിയ മാതിരി ഓനാണ്ട് പറയാം. അങ്ങനെയല്ലേ ഉള്ളൂ അത്. മറിച്ച് എന്താ സംഭവം? ലാ തത്റൂനി കമാ തറത്തിൻ നസാറ ഈസാ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി ഇസ്ലാമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയത് പോലെ പുകഴ്ത്തരുത്. ക്രിസ്ത്യാനികൾ എങ്ങനെ പുകഴ്ത്തിയത്? അള്ളാന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട്. അതാ നമ്മൾ പറഞ്ഞത്, ആദരവ് എന്താകാൻ പാടില്ല? ആരാധനയിലേക്ക് വഴിമാറാൻ പാടില്ല. ക്രിസ്ത്യാനി ആദരവ് പിടുത്തം വിട്ടു, ആരാധനയിലേക്ക് വഴിമാറി, അപ്പൊ അവിടെ അപകടം വന്നു. എന്നാൽ ആദരവ് ഉണ്ടായാൽ ആരാധന ആയി പോകുമോ എന്ന് പേടിച്ചിട്ട് എലിയെ പേടിച്ച് ഇല്ലം ചുടാന്ന് പറഞ്ഞ പോലത്തെ ബുദ്ധിമോശം
ആ ബുദ്ധിമോശം നമ്മുടെ നാട്ടിൽ ആര് കാണിക്കാറുണ്ട്? നമ്മുടെ വിധൈകൾ പലരും കാണിക്കാറുണ്ട്. അതും ശരിയല്ല. അതുകൊണ്ട് ഇത് രണ്ടിന്റെയും ഇടയിലുള്ള മധ്യ നിലപാട്, ആ നിലപാടാണ് സത്യവിശ്വാസി സ്വീകരിക്കേണ്ടത്. അതാണ് സുന്നികൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ആദരവ് കൊടുക്കേണ്ടവർക്കൊക്കെ അതിൻ്റെതായ അളവിൽ ആദരവ് നമ്മൾ കൊടുക്കും. അതേ സമയത്ത് ആരാധന എന്നത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുകയും ചെയ്യും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് സുന്നികൾ മുന്നോട്ട് പോയപ്പോൾ അവർക്കെതിരെ ശിർക്കിന്റെ ചാപ്പ കുത്താൻ ഇറങ്ങിയവർ നിരാശരാകേണ്ടി വരും എന്ന കാര്യത്തിലും തർക്കമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇവർ ആരാധ്യരാണെന്ന് പറഞ്ഞ ആളുകൾ അഥവാ ഈസാ അലൈഹി ഇസ്ലാമും അതേപോലെ തന്നെ ഉസൈർ അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ മലക്കുകളും അവരൊക്കെ പടച്ച റബ്ബിന്റെ തീരുമാനം എന്താണോ അത് നടപ്പാക്കാനായി നിലകൊള്ളുന്നവരാണ്. അതുകൊണ്ടല്ലേ ഈസാ അലൈഹി ഇസ്ലാം ആരാധിക്കപ്പെടാൻ പാടില്ല. അത് ഈസാ നബി അലൈഹി ഇസ്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം ആദ്യം സംസാരിച്ചത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലൊക്കെ പറയുന്നുണ്ട്, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു. ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു, അള്ളാഹിന്റെ മോനല്ല. ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു, ഞാൻ ആരാധ്യനല്ല. ഇത് കൃത്യമായി പഠിപ്പിച്ച ഈസാ അലൈഹി ഇസ്ലാമിന്റെ നിലപാടിനെതിരെ ആ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ ദിവ്യത്വം ചാർത്തിക്കൊടുത്ത ക്രിസ്ത്യാനികൾ അപകടം ചെയ്തു. അള്ളാഹു ആണ് യജമാനൻ, ഞാൻ അടിമയാണെന്ന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ഉസൈർ അലൈഹി ഇസ്ലാമിന് ദിവ്യത്വം ചാർത്തിക്കൊടുത്തുകൊണ്ട് അതാ ജൂതന്മാർ അക്രമം ചെയ്തു. അതേപോലെ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തോ അതിനൊന്നിനും തന്നെ എതിര് പ്രവർത്തിക്കാത്ത, അതേപോലെ തന്നെ കൽപ്പിക്കപ്പെട്ട സംഗതികൾ കൃത്യമായി നിർവഹിക്കുന്ന, അള്ളാഹുവിന്റെ അനുസരണത്തിന് മാത്രം ജീവിതത്തെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ, ആ മലക്കുകളെ അള്ളാഹുവിന്റെ പെൺമക്കളാക്കി അവതരിപ്പിച്ചുകൊണ്ട് അതാ മുശ്രിക്കുകളും അക്രമം കാണിച്ചു. പക്ഷേ ഇവർ കാണിച്ച അക്രമത്തിന് മലക്കുകൾ ഉത്തരവാദികളല്ല, ഈസാ അലൈഹി ഇസ്ലാം ഉത്തരവാദിയല്ല, ഉസൈർ അലൈഹി ഇസ്ലാം ഉത്തരവാദിയല്ല. ഇതാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞതാണെന്ത്, ബദിയുസ്സമാവാതി വൽ അർള്, എല്ലാം അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാണ് ബദിയുസ്സമാവാതി വൽ അർള്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ ഒരു മുൻ പ്ലാൻ ഇല്ലാതെ പടച്ചവനാണ്. ഓരോ സംഗതിയും അള്ളാഹു സുബ്ഹാനഹു വ തആല പടക്കാൻ തീരുമാനിച്ച ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് പഠിച്ചു. അതിന് നേരത്തെ ഒരു രൂപമൊക്കെ തയ്യാറാക്കി അതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ട് അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു വിങ്ങനെ നിശ്ചയിച്ച് ഇതിങ്ങനെ വന്നാ അങ്ങനെ ഉണ്ടാവോ, മറ്റേ നിലക്ക് വന്നാ വല്ല അപകടം വരുമോ, ഇതൊന്നും ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും അവൻ വിചാരിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അള്ളൊരു സംഗതി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ അതുണ്ടായി. അതിന് ഇന്നമായക്കൂലു ഒരു കാര്യം അല്ലാഹു തആല തീരുമാനിച്ചാൽ അവൻ അതിനോട് കുന്നെന്ന് പറയുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുന്നെന്ന വാക്ക് പറയുന്നു അതിന് അർത്ഥം വെക്കേണ്ട ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട റാസി ഇമാം റളിയല്ലാഹു അൻഹു ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അല്ലാതെ എന്തല്ല ഓരോന്നിനോടും കുന്ന് പറയാണെങ്കിൽ അതിനെ നേരേണ്ട ഈ ലോകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ? കുൻ 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 എന്ന് പറയാൻ തന്നെ എന്തുണ്ടാവില്ല, നേരെ ഉണ്ടാവില്ല. അപ്പൊ ഒരു സംഗതി ഉണ്ടാവണം എന്ന് അള്ളാഹ് തീരുമാനിക്കാന്നേ പറഞ്ഞതിനർത്ഥമുള്ളൂ. ആ തീരുമാനിക്കപ്പെട്ട ആ സംഗതി അത് അള്ളാഹു തആല തീരുമാനിക്കുന്നതിനോട് കൂടെ തന്നെ ആ സംഗതി ഉണ്ടായി. അതുകൊണ്ടാണ് ഈ ലോകത്ത് മനുഷ്യന് ഒരിക്കലും തന്നെ വർണ്ണിച്ചു തീർക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള എത്രയോ സംഗതികൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ സംഗതികളെല്ലാം അള്ളാഹു തആല തീരുമാനിച്ചപ്പോണ്ടായി. ആ തീരുമാനത്തിന് പിന്നെന്തില്ല, കാത്തു നിൽക്കേണ്ടതില്ല. അതാണ് അള്ളാഹുവിന്റെ കഴിവ്, അതാണ് പടച്ച തമ്പുരാന്റെ ആ മഹത്വം. ആ മഹത്വമുള്ള അള്ളാഹു തആല ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ ഉണ്ടായതാണ് ഈ പറഞ്ഞതൊക്കെ. അതിൽപ്പെട്ടതാ മലക്കുകള്, അതിൽപ്പെട്ടതാണ് ഈസാ അലൈഹി ഇസ്ലാം, അതിൽപ്പെട്ടതാണ് ഉസൈർ അലൈഹി ഇസ്ലാം. ആ ആളുകൾക്ക് ഇவ்விധത്തിലുള്ള ഒരു ദിവ്യത്വത്തിന്റെ പദവി ചാർത്തിക്കൊടുത്ത് പടച്ചോന്റെ മക്കളാന്നൊക്കെ പറയുന്നത് മിതമായി പറഞ്ഞ തോന്നിയാസാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അത് ആ വിശ്വാസ കാര്യങ്ങളെ ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം. പടച്ചോന്റെ ഖുദറത്തും അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവന്റെ അടിമകൾക്ക് നൽകിയിട്ടുള്ള മഹത്വങ്ങളെ, അത് ആദരവുകളെ അതൊക്കെ ഉൾക്കൊള്ളുന്നിടത്ത് നമുക്കുണ്ടാവേണ്ട ഒരു കൃത്യമായിട്ടുള്ള നിലപാടാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആദരിച്ച് പിടുത്തം വിടരുത്, എന്നാലോ അനാദരിച്ചുകൊണ്ട് അഹങ്കാരത്തിലേക്ക് നമ്മൾ പോകാനും പാടില്ല.
അർഹതപ്പെട്ടത് അവകാശപ്പെട്ട ആദരവുകൾ ഓരോരുത്തർക്കും വകവെച്ചു കൊടുക്കണം. അതാണ് ദീന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള മഹാന്മാർക്ക് അല്ലാഹു തആല കുറെ ആദരവുകൾ കൊടുത്തിട്ടുണ്ട്. അവരെ നമ്മെ പോലെ സാമാന്യവൽക്കരിക്കാൻ പാടില്ല. അത് അഹങ്കാരമാണ്. ആ അഹങ്കാരമാണ് ബിദഅകൾ ചെയ്യുന്നത്. എന്നാലോ ആദരിച്ചിട്ട് ദിവ്യത്വത്തിലേക്ക് എത്തിക്കുന്ന അപകടം, ആ അപകടമാണ് ക്രിസ്ത്യാനികൾ ചെയ്തത്, അതാണ് ജൂതന്മാർ ചെയ്തത്. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള നിലപാട് നമ്മളും സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഈസാ അലൈഹി ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞത് മൗലിദ് ഓതണ്ടെന്ന് റസൂലുള്ള പറഞ്ഞതല്ല. കാരണം എന്താ, നമ്മുടെ ഒരു മൗലിദിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്രിസ്ത്യാനി പുകഴ്ത്തിയതുപോലെ ദൈവത്തിന്റെ മകനോ ദൈവത്തിന്റെ അവതാരമോ ദൈവത്തിന്റെ അംശമോ ഒന്നും ആക്കുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ അടിമയും റസൂലും എന്ന ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് സത്യവിശ്വാസികൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും അതെന്താവൂല, അത് അധികാവൂല. അള്ളാന്റെ അടിമയാണ് എന്ന ആ കൺസെപ്റ്റിൽ നിന്ന് വിടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ എത്ര വർണ്ണിച്ചാലും ആ വർണ്ണനയൊന്നും എന്തല്ല, അധികമല്ല. അതിനൊക്കെ ആർക്ക് അർഹത ഉണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾക്ക് അർഹതയുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങളൊക്കെ പറഞ്ഞില്ലേ നമ്മളോട്, ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ നിങ്ങൾ റസൂലുള്ളാഹിനെ പറ്റി പറയരുത്. അതേ സമയത്ത് വഹ്കും ബിമാ ശിഅത മദ്ഹം ഫീഹി വഹ്തകിമി, അള്ളാന്റെ റസൂലിന് പ്ലസ് ആയിട്ട് പറയാനുള്ള ഏതൊക്കെ മദ്ഹുകളുണ്ടോ അതൊക്കെ നീ പറഞ്ഞോ. പക്ഷേ ക്രിസ്ത്യാനികൾ അവരുടെ നബിയെ കുറിച്ച് വാദിച്ച അപകടകരമായ വാദം, പടച്ചോന്റെ മോനാന്നുള്ള വാദം, അള്ളാഹുവിന് പുറമെ മറ്റൊരു ദൈവമുണ്ടെന്ന വാദം, ആ വാദം അപകടമാണ്. ആ വാദം നിങ്ങൾ ഉപേക്ഷിക്കണം. മറിച്ച് നിങ്ങൾ റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞു, എന്നെ കുറിച്ച് നിങ്ങൾ പറയേണ്ടത് വലാകിൻ ഖൂലു അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹിന്റെ റസൂലാണ്. അപ്പൊ അടിമയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഉടമയാണ് അള്ളാഹു. ആ ഒരു വ്യത്യാസം നിലനിർത്തിയിട്ട് നബി തങ്ങളെ നിങ്ങൾ എത്ര പുകഴ്ത്തിയാലും അതിനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ അർഹനാണ്. ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതുമെന്ന് അത് സംബന്ധമായി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു സംഗതിയെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് പറയും? കുൻ എന്ന് പറയും, ഫയകൂൻ. വൈദാ ഖളാ അംറൻ, ഒരു കാര്യം അല്ലാഹു തആല തീരുമാനിച്ചാൽ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, കുൻ എന്ന് പറയും, അപ്പൊ ഫയകൂൻ, അത് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റാസി ഇമാം രേഖപ്പെടുത്തുന്നു. പിന്നെ അന്നൽ മുറാദ മിൻ ഹാദിഹിൽ കലിമത്തി സുർഅത്തു നഫാദി ഖുദ്റത്തില്ലാഹി ഫീ തക്വീനിൽ അശ്യാഇ വഅന്നഹു തആല യഖ്ലുഖുൽ അശ്യാഅ ലാ ബിഫിക്റത്തിൻ വമുആനാത്തിൻ വതജ്രിബത്തിൻ. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല ഈ കുൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് ഉദ്ദേശം സുർഅത്തു നഫാദി ഖുദ്റത്തില്ലാ, അള്ളാഹുവിന്റെ കഴിവ് അതവൻ പെട്ടെന്ന് എന്താവും, ഇംപ്ലിമെന്റ് ചെയ്യും എന്നാണ്. എന്തിൽ? ഫീ തക്വീനിൽ അശ്യാഇ, വസ്തുക്കൾ ഉണ്ടാക്കുന്നതിൽ അള്ളാഹുവിന്റെ കഴിവ് വളരെ പെട്ടെന്ന് അവൻ പ്രകടിപ്പിക്കും. പിന്നെ വഅന്നഹു തആല യഖ്ലുഖുൽ അശ്യാഅ, പടപ്പുകൾ അള്ളാഹു തആല പടക്കുന്നത് ലാബി ഫിക്റത്തിൻ, ഒരു വലിയ ചിന്ത അല്ലെങ്കിൽ നേരത്തെ ഒരു പരിചയം അല്ലെങ്കിൽ എവിടെയോ സംഗതി ഉള്ളത് അത് കണ്ടിട്ട് അതേപോലെ അതിനെ അനുകരിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുക. ഈ നിലക്കൊന്നും അല്ല, ഉണ്ടാക്കണം എന്ന് അള്ളാഹു തആല തീരുമാനിച്ചാൽ സഡൻ ആ സാധനത്തെ ഉണ്ടാക്കുന്ന സമീപനം അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ലൈവ് എത്തിയില്ലേ? ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ അടുത്ത ആയത്ത് തുടങ്ങിയാൽ കുറച്ചാണ് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. അർഹമുർ റഹീമായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.